ഹായ്, ഗുഡ് ഈവനിങ്. സോ നമ്മൾ PM റിവിഷൻ്റെ സെക്കൻഡ് ഡേയിലേക്ക് വരാണ്. നമ്മൾ ഇന്നലെ ടോപ്പിക്സിൻ്റെ കുറച്ച് റിവിഷൻ ചെയ്തു. പിന്നെ സെക്ഷൻസ് ഈക്വേഷനാണ് നമ്മൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ കുറച്ച് ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്നുണ്ട്. ടോപ്പിക്സിൻ്റെ റിവിഷൻ ഉണ്ടാവും. പ്ലസ് നമ്മൾ ഇന്ന് ഇനീഷ്യലി ചെയ്യുന്നത് സെക്ഷൻ എ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. ഇതാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ടോപ്പിക്സിൻ്റെ റിവിഷൻ, അതുപോലെ തന്നെ സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എസ്പെഷ്യലി എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിലെ സെക്ഷൻ എ ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഒരു ഫയൽ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പം എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിലെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിലെ സെക്ഷൻ എ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഇപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സിലബസിലെ സെക്ഷൻ ബി സ്പെഷ്യലിസ്റ്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പം അതിലെ ടോപ്പിക്സ് നമുക്ക് ആദ്യം റിവൈസ് ചെയ്യാം. അതിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഇതായിരുന്നു, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആയിരുന്നു. എന്തായിരുന്നു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? അതൊരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. നമ്മുടെ ട്രഡീഷണൽ കോസ്റ്റിംഗ് ടെക്നിക്കായ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ കുറച്ചും കൂടെ ഒരു ബെറ്റർ വേർഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ABC എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ആണ്, അല്ലെങ്കിൽ ബെറ്റർ വേർഷൻ ആണ്. എന്താണ് ABCയിലേക്ക് വരുമ്പോൾ മെയിൻ ഡിഫറൻസ്? ABCയിൽ കറക്റ്റായിട്ട് ഓരോ ഓവർ ഹെഡ് കോസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫെയർ ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ABCയിലേക്ക് വരുമ്പോൾ ഓവർ ഹെഡ്സിനെ നമ്മൾ ഫെയർ ബേസിസിലാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് ഫെയർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കമ്പനിക്കകത്തുണ്ടാകുന്ന കോസ്റ്റുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോസ്റ്റ് പൂൾസും കറസ്പോണ്ടിങ് കോസ്റ്റ് ഡ്രൈവേഴ്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്താ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ? ഒരു കോസ്റ്റ് ഉണ്ടാവാനുള്ള റീസൺ എന്താണോ അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കമ്പനിക്കകത്ത് ഓർഡറിങ് കോസ്റ്റ് ഉണ്ടെങ്കിൽ, ഓർഡറിങ് കോസ്റ്റ് എന്ന ഓവർ ഹെഡ് കോസ്റ്റ് വന്നാൽ അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്ന ആരായിരുന്നു? നമ്പർ ഓഫ് ഓർഡേഴ്സ് ആയിരുന്നു. ഇങ്ങനെ കമ്പനിക്കകത്തുണ്ടാകുന്ന ഓവർ ഹെഡ് കോസ്റ്റുകളെ അതിൻ്റെ ഡ്രൈവർ വെച്ച്, അതിൻ്റെ റീസൺ വെച്ച് ഫെയർ ബേസിലെ പ്രൊഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ABC എന്ന് പറയുന്നത്. അപ്പോൾ ABCയുടെ മെയിൻ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ഫെയർ ആയിട്ട് ഓവർ ഹെഡ് കോസ്റ്റുകൾ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കാൽക്കുലേഷൻ ഫെയർ ആയിരിക്കും. ഇനി കോസ്റ്റ് ബേസ്ഡിലാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ, സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഫെയർ ആയിട്ട് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഓവർ ഹെഡ്സിനെ ഫെയർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ABC എന്ന് പറയുന്നത്. അത് ട്രഡീഷണൽ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ കുറച്ചും കൂടി ഒരു ബെറ്റർ വേർഷൻ ആണ്. ഡിഫറൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ട്രഡീഷണൽ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഒരു സിംഗിൾ OAR ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. എന്താണ് OAR എന്ന് പറഞ്ഞാൽ? ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ എല്ലാ ഓവർ ഹെഡ്സും ഒരു കോമൺ ആക്ടിവിറ്റി വെച്ച് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓവർ ഹെഡ് അലോക്കേഷൻ ചെയ്യുക. ABCയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ OAR നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഓരോ ഓവർ ഹെഡിനും സെപ്പറേറ്റ് OAR കാൽക്കുലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് കോസ്റ്റ് ഡ്രൈവേഴ്സ് വെച്ചിട്ട് ഫെയർ ആയിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ABCയുടെ കോൺസെപ്റ്റ്. അപ്പം ABCയിൽ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കോസ്റ്റ് പൂൾസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. കോസ്റ്റ് പൂൾ മീൻസ് ഓരോ ഓവർ ഹെഡ് കോസ്റ്റുകളും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, കറസ്പോണ്ടിങ് കോസ്റ്റ് ഡ്രൈവേഴ്സ് എടുക്കുക, കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക. പിന്നെ എക്സാമിന് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആയിട്ടോ പെർ യൂണിറ്റ് കോസ്റ്റ് ആയിട്ടോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. അത് റിക്വയർമെൻറ്റ് നോക്കി ക്വസ്റ്റ്യൻ നോക്കി കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോൺസെപ്റ്റ് വൈസ് ABC മനസ്സിലാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇതായിരുന്നു ABC കോസ്റ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റ്. പിന്നെ നമ്മൾ പഠിച്ചത് ഈ സെക്ഷനിൽ തന്നെ പിന്നെ നമ്മൾ പഠിച്ച ടാർഗറ്റ് കോസ്റ്റിംഗ് ആയിരുന്നു. ടാർഗറ്റ് കോസ്റ്റിംഗ് എന്തായിരുന്നു? ടാർഗറ്റ് കോസ്റ്റിംഗ് അതൊരു മോഡേൺ കോസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു ട്രഡീഷണൽ ടെക്നിക്കല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എസ്പെഷ്യലി കോമ്പറ്റീഷനൊക്കെ കൂടുതലുള്ള സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രൊഡക്റ്റ് ആദ്യം പ്ലാൻ ചെയ്യുന്നു. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ദെൻ അതിൻ്റെ പ്രൊഡക്ഷനിലേക്കും ആക്ച്വൽ കോസ്റ്റിലേക്കും കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ട് ഒരു സെല്ലിംഗ് പ്രൈസ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നു. മാർക്കറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെല്ലിംഗ് പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്നു. ദെൻ ഈ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് മാർജിൻ, പ്രോഫിറ്റിൻ്റെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ പ്രൊഡക്റ്റിന് എത്ര കോസ്റ്റ് വരണം എന്നുള്ളത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. ദെൻ ഇനി ഇൻറ്റേർണലി നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉള്ള കോസ്റ്റ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. യൂഷ്വലി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഈ ടാർഗറ്റ് ചെയ്യുന്ന കോസ്റ്റിനേക്കാളും കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എക്സ്ട്രാ വരികയാണെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കോസ്റ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്.
പിന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കോസ്റ്റ് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാൻ പല പല മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ വരുന്ന എലമെൻറ്റ്സ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അവിടെ വാല്യൂ അനാലിസിസ് പോലത്തെ ടെക്നിക്സ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താ വാല്യൂ അനാലിസിസ്? ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആഡിങ് ഫീച്ചേഴ്സ് നോക്കുക, നോൺ വാല്യൂ ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അതിൽ നോൺ വാല്യൂ ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. വാല്യൂ ആഡിങ് ഫീച്ചേഴ്സ് അതുപോലെ തന്നെ നിർത്തുക. കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ മെയിൻ പോയിന്റ് എന്താ? ഒരിക്കലും എന്താവരുത്, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്ന് പറയുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതുപോലെ ലേബർ കോസ്റ്റുകൾ, ഓവർഹെഡ് കോസ്റ്റ്, അങ്ങനെ ആ പ്രൊഡക്റ്റുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ കോസ്റ്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ടാർഗറ്റ് കോസ്റ്റിംഗിലെ സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ പറയുക. ഇനി ടാർഗറ്റ് കോസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ആണ് ടാർഗറ്റ് കോസ്റ്റിംഗ് സർവീസ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടീസ്. മെയിനായിട്ട് സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇൻടാഞ്ചിബിൾ ആണ്, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഹെട്രോജിനിക് ആണ്, എന്ന് വെച്ചാൽ ഓരോ തവണ സർവീസസ് കൊടുക്കുമ്പോഴും അത് വേരി ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ടാർഗറ്റ് കോസ്റ്റിങ്ങോ നമുക്ക് സർവീസ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഡിഫിക്കൽട്ട് ആണ് എന്നൊരു പോയിന്റും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നുണ്ട്. ടാർഗറ്റ് കോസ്റ്റിംഗ് സർവീസ് ഇൻഡസ്ട്രിയിൽ ഡിഫിക്കൽട്ട് ആണ്, ഈ ഒരു പോയിന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, ടാർഗറ്റ് കോസ്റ്റിംഗ് കോൺസെപ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ടാർഗറ്റ് കോസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്: സെല്ലിംഗ് പ്രൈസ് മാർക്കറ്റ് ബേസ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നു, അങ്ങനെ പ്രോഫിറ്റും ടാർഗറ്റ് കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും കോസ്റ്റ് ഗ്യാപ്പും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോസ്റ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ കോസ്റ്റ് ഗ്യാപ്പ് കുറയ്ക്കാൻ നോക്കുന്നു. അതിൽ ഓർക്കേണ്ട പോയിന്റ്, കോസ്റ്റ് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യാതെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിരിക്കും കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇത്രയായിരുന്നു ടാർഗറ്റ് കോസ്റ്റിങ്ങിൽ പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ആയിരുന്നു. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് കോൺസെപ്റ്റ് വൈസ് ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ ലൈഫ് സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ് കോസ്റ്റ് കാൽക്കുലേഷൻ നടത്തുന്നത്. ടോട്ടൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മളൊരു 5 സ്റ്റേജസ് ആണ് അതിനകത്ത് പറയുക. ഏതൊക്കെയാണ്? ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഉണ്ട്, പിന്നെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട്, ദെൻ ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. ഈ എല്ലാ സ്റ്റേജിലും വരുന്ന എല്ലാ കോസ്റ്റുകളും റവന്യൂസും ഒക്കെ കൺസിഡർ ചെയ്യുന്ന, കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഓർക്കേണ്ട പോയിന്റ്, ലൈഫ് സൈക്കിൾ സ്റ്റേജിൽ ഇൻകർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ലൈഫ് സൈക്കിളിൽ ഇൻകർ ചെയ്യുന്ന എല്ലാ കോസ്റ്റുകളും ലൈഫ് സൈക്കിൾ കോസ്റ്റിൻ്റെ പാർട്ടാണ്. അതുപോലെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ലൈഫ് സൈക്കിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ചോദിക്കാം, ഒരു യൂണിറ്റിൻ്റെ ചോദിക്കാം, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ചോദിക്കാം, പ്രോഫിറ്റ് പെർ യൂണിറ്റ് ചോദിക്കാം. അപ്പോൾ അവിടെ ഓർക്കേണ്ടത് മൊത്തം ലൈഫ് സൈക്കിൾ എടുക്കുക. മൊത്തം ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് തൊട്ട് ഡിക്ലൈൻ വരെ എടുക്കണം. പല ക്വസ്റ്റ്യൻസിലും ഡെവലപ്മെൻറ്റ് കോസ്റ്റ് സെപ്പറേറ്റ്ലി തരും. സ്റ്റുഡൻസ് യൂഷ്വലി ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എടുക്കാൻ വിട്ടുപോകും ചിലപ്പോൾ. അപ്പോൾ ഓർക്കാം, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി വന്ന കോസ്റ്റാണ് ഈ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ തൊട്ട് ആ പ്രൊഡക്റ്റിന് വേണ്ടി ഇൻകർ ചെയ്ത എല്ലാ കോസ്റ്റും എടുക്കണം. അതിൽ ഫിക്സഡ് വേരിയബിളും ഡയറക്റ്റും ഇൻഡയറക്റ്റും എല്ലാം എടുക്കേണ്ടി വരും. ഡെവലപ്മെൻറ്റ് തൊട്ട് ഡിക്ലൈൻ വരെ, വിഡ്രോവൽ വരെയുള്ള ഫുൾ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. പിന്നെ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് നമുക്ക് പ്രൊഡക്ട്സിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിലും യൂസ് ചെയ്യാൻ പറ്റും, സർവീസ് സെക്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല വേണമെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമർക്ക് വേണമെങ്കിൽ ലൈഫ് സൈക്കിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റുകൾക്ക് വേണമെങ്കിൽ ലൈഫ് സൈക്കിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല സിറ്റുവേഷൻസിൽ നമുക്ക് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഡിസിഷൻസ്, ലൈക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യണോ, ഇത് ഡെവലപ്പ് ചെയ്യണോ, അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാനായിട്ട് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഇത്രയാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൻ്റെ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടി വലിയ ചാപ്റ്റർ, കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ് ആയിരുന്നു. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറേ ടേംസ് ഉണ്ടായിരുന്നു. അതിലൊന്ന് ജസ്റ്റ് ഇൻ ടൈം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ഒരു എൻവിയോൺമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ടെക്നിക്കായിട്ടോ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. എന്താണ്? നമ്മൾ ഓർഡറിനനുസരിച്ച് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെൻട്രി ലെവൽസ് മിനിമൈസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഒരുപാട് ഇൻവെൻട്രീസ് കീപ്പ് ചെയ്യാതെ, റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സോ ഇൻവെൻട്രീസ് അധികം കീപ്പ് ചെയ്യാതെ ഓർഡറിനനുസരിച്ച് അല്ലെങ്കിൽ എക്സാക്ട് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. അവിടെ മാച്ച് ആവുന്ന അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റിംഗ് കോൺസെപ്റ്റാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്നുള്ളത്. ജസ്റ്റ് ഇൻ ടൈം ഒരു പ്രൊഡക്ഷൻ എൻവിയോൺമെൻ്റ് ആണെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു കോസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ
മാർജിനൽ കോസ്റ്റിംഗ് പോലെയാണ് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് പഠിക്കുന്നത്. അവിടുത്തെ ഡിഫറൻസ് ഇതാണ്, നമ്മൾ ത്രൂപുട്ടിനായിരിക്കും ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താ ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെയിൽസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ റവന്യൂവിൽ നിന്ന് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം മൈനസ് ചെയ്ത് ബാലൻസ് വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം കമ്പനി ത്രൂപുട്ട് അക്കൗണ്ടിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഒരു അസംഷൻ ഇതാണ്, പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാക്ടറിയിലെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമായിരിക്കും. ബാക്കി എല്ലാ കോസ്റ്റുകളും ബാക്കിയുള്ള ലേബറും ഓവർ ഹെഡ്സും ഒക്കെ കംപ്ലീറ്റ്ലി ഫിക്സഡ് ആണ് എന്നുള്ളതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എടുക്കുന്ന ഒരു അസംഷൻ. പിന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ത്രൂപുട്ട് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ത്രൂപുട്ട് അക്കൗണ്ടിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ത്രൂപുട്ട് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും കമ്പനിയുടെ ഒബ്ജക്റ്റീവ്. അതിനൊരു റെസ്ട്രിക്ഷൻ പോലെ നിൽക്കുന്ന ഒരാളാണ് ബോട്ടിൽ നെക്ക് റിസോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ബോട്ടിൽ നെക്ക് റിസോഴ്സ് എന്ന് പറയുക. പല രീതിയിൽ നമുക്ക് ബോട്ടിൽ നെക്കിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് പറയാം, നിങ്ങളുടെ പ്രോസസ്സുകളിൽ ലോവസ്റ്റ് കപ്പാസിറ്റി ഉള്ള പ്രോസസ്സ്, ഏറ്റവും കപ്പാസിറ്റി കുറവുള്ളൊരു പ്രോസസ്സിനെ നമുക്ക് ബോട്ടിൽ നെക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള ആളെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണോ അല്ലെങ്കിൽ റിസോഴ്സ് ഏതാണോ അതിനെ നമുക്ക് ബോട്ടിൽ നെക്ക് റിസോഴ്സ് എന്നോ ബൈൻഡിങ് കൺസ്ട്രെയിൻ്റ് എന്നോ വിളിക്കാം. പലപ്പോഴും നമ്മൾ ത്രൂപുട്ട് മാക്സിമൈസ് ചെയ്യാൻ നോക്കുമ്പോൾ കമ്പനിക്ക് അകത്തൊരു ബൈൻഡിങ് കൺസ്ട്രെയിൻ്റ് ഉണ്ടാവാം, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവാം. ആ റെസ്ട്രിക്ഷനാണ് നമ്മൾ ബോട്ടിൽ നെക്ക് റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിക്ക് അകത്ത് ബോട്ടിൽ നെക്ക് റിസോഴ്സ് വരുന്ന സമയത്ത് കമ്പനിയുടെ ആ ഒരു പ്രൊഡക്ഷൻ പ്ലാനിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. കാരണം എന്താ, ബോട്ടിൽ നെക്ക് വന്നാൽ ഇതിൻ്റെ കപ്പാസിറ്റി കുറവാണ്, ബാക്കിയുള്ള പ്രോസസ്സുകളുടെ കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഇതെങ്ങനെ പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എങ്ങനെ പ്ലാൻ ചെയ്യും, അതിൻ്റെ സ്റ്റെപ്സിനെ നമ്മൾ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പഠിക്കുന്നുണ്ട്. തിയറി ഓഫ് കൺസ്ട്രെയിൻസ്, എങ്ങനെ നമുക്ക് ബോട്ടിൽ നെക്ക് ഡീൽ ചെയ്യാം എന്നുള്ളതാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് പറയുന്നത്. അതിനകത്ത് നമ്മൾ പറയുന്നത്, നമ്മൾ ഏറ്റവും ആദ്യം ബോട്ടിൽ നെക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു കമ്പനിയിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, ഔട്ട്പുട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആളെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, ബോട്ടിൽ നെക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ അതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ആ ബോട്ടിൽ നെക്കിൻ്റെ മാക്സിമം കപ്പാസിറ്റി കൊണ്ടുവരിക. ദെൻ സബോർഡിനേറ്റ് ചെയ്യുക. സബോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോട്ടിൽ നെക്കിൻ്റെ സ്പീഡ് എന്താണോ അല്ലെങ്കിൽ കപ്പാസിറ്റി എന്താണോ ഇതിനനുസരിച്ച് ബാക്കിയുള്ള ഓപ്പറേഷൻസ്, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സും വർക്ക് ചെയ്യുക. ദെൻ ബോട്ടിൽ നെക്കിൻ്റെ കപ്പാസിറ്റി എലിവേറ്റ് ചെയ്യാൻ നോക്കുക, കപ്പാസിറ്റി കൂട്ടാൻ നോക്കും. അങ്ങനെ കപ്പാസിറ്റി കൂടിയാൽ, ഇപ്പോൾ നിങ്ങളുടെ ബോട്ടിൽ നെക്ക് ഫോർ എക്സാമ്പിൾ പ്രോസസ് എ ആണ് ബോട്ടിൽ നെക്കെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി നമ്മൾ കൂട്ടി. അങ്ങനെ കപ്പാസിറ്റി കൂടി ചിലപ്പോൾ വേറൊരാൾ ഇതിന് പകരം ബോട്ടിൽ നെക്കായിട്ട് വരികയാണെങ്കിൽ ഇതേ സ്റ്റെപ്സ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ തിയറി ഓഫ് കൺസ്ട്രെയിൻസിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്. ഇത് എന്തിനാണ് നമ്മൾ ഈ സ്റ്റെപ്സും കാര്യങ്ങളും ചെയ്യുന്നത്, കമ്പനിക്കകത്ത് എങ്ങനെ ബോട്ടിൽ നെക്കിനെ ഡീൽ ചെയ്യാം, അതിനാണ് നമ്മൾ ഈ തിയറി ഓഫ് കൺസ്ട്രെയിൻസിലെ സ്റ്റെപ്സ് പഠിക്കുന്നത്. പിന്നെ കമ്പനിക്കകത്ത് പ്രൊഡക്ഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ബോട്ടിൽ നെക്ക് റിസോഴ്സ് ഉണ്ട്. കമ്പനിക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് വന്നാൽ എങ്ങനെ അവിടുത്തെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എടുക്കും, അതായത് കമ്പനിക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്ലാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അതിൻ്റെ സ്റ്റെപ്സും നമ്മൾ പഠിച്ചിരുന്നു. സ്റ്റെപ്സ് ഇങ്ങനെയാണ് നമ്മൾ നോർമലി പറയുക. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിൻ്റെയും മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത് റിട്ടേൺ പെർ അവർ ആണ്. എന്താണ് റിട്ടേൺ പെർ അവർ? റിട്ടേൺ പെർ അവർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ബോട്ടിൽ നെക്ക് 1 hour വർക്ക് ചെയ്താൽ ഉണ്ടാവുന്ന റിട്ടേൺ, അല്ലെങ്കിൽ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ ജനറേറ്റഡ് ഫ്രം 1 hour ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സിനെയാണ് നമ്മൾ ഈ റിട്ടേൺ പെർ അവർ എന്ന് പറയുന്നത്. ആ റിട്ടേൺ പെർ അവർ നോക്കുക, അതിൻ്റെ ബേസിസിൽ ഇത് കൂടുന്നതാണ് നോർമലി നല്ലത്. ഇതിൻ്റെ ബേസിൽ പ്രൊഡക്ഷനെ റാങ്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ പ്രയോറിറ്റിയും പ്രൊഡക്ഷൻ പ്ലാനും സെറ്റ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് പ്രൊഡക്ട്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി അറിയാൻ നമ്മൾ പഠിച്ചൊരു മെഷറാണ് TA റേഷ്യോ എന്ന് പറയുന്നത്, ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, റിട്ടേൺ പെർ അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ അവർ. ഇതായിരുന്നു TA റേഷ്യോൻ്റെ ഇക്വേഷൻ. അപ്പം ഈ റേഷ്യോ എന്ന് പറയുന്നത് പ്രൊഡക്ട്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി അറിയാൻ, ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണെന്ന് അറിയാൻ നമ്മൾ എടുക്കുന്ന ഒരു വാല്യൂ, ഒരു നമ്പറാണ്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഫോർ എക്സാമ്പിൾ ഒരു 3 ആണ് വരുന്നെങ്കിൽ അതിൻ്റെ മീനിങ് 3/1 എന്ന രീതിയിൽ ആലോചിക്കുക. അതായത് കോസ്റ്റ് പെർ അവർ ഡിനോമിനേറ്റർ 1 ആണെങ്കിൽ റിട്ടേൺ പെർ അവർ 3 ആണ്. അപ്പം കോസ്റ്റിൻ്റെ എത്ര ടൈംസ് റിട്ടേൺ വരുന്നു എന്നുള്ളതാണ് TA റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓവറോൾ TA റേഷ്യോ കൂടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ TA റേഷ്യോ കൂട്ടണമെങ്കിൽ അതിനനുസരിച്ച് ഈ ഇക്വേഷനിലെ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള സ്റ്റെപ്സും നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ TA റേഷ്യോ ഇംപ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമുക്കറിയാം. പ്ലസ് ഇതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് വെച്ച് തന്നെ തിയറി ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോസ്റ്റ് പെർ അവർ കൂടിയാൽ TA റേഷ്യോയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താ, അല്ലെങ്കിൽ
ത്രൂപുട്ട് കൂടിയാൽ, ഇങ്ങനെ ആ ഇക്വേഷനിൽ വരുന്ന ഓരോ എലമെന്റ്സും ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്താൽ ടി എ റേഷ്യോ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് ആ ഇക്വേഷൻ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റണം. പിന്നെ യെസ്, ഇത്രയും വരെ ആയിരുന്നു നമ്മൾ ഈ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത്. ഇതിനകത്താണ് കുറേ എന്താ പറയുക, കുറേ ടേംസ്, കമ്പാരിറ്റീവ്ലി കൂടുതൽ പുതിയ ടേംസ് നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. ഇത്രയും ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് ത്രൂപുട്ട് അക്കൗണ്ടിങ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് ആണ്. എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിന്റെ റെലവൻസ് പലപ്പോഴും സ്റ്റുഡൻസ് അത്ര മനസ്സിലാക്കാറില്ല. ലൈക്ക് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എല്ലാ ബാച്ചിലും കൃത്യമായി പറയുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ആ ഒരു ചാപ്റ്ററിന്റെ റെലവൻസ് ഉണ്ട്, പ്രാക്ടിക്കലി ഈ ചാപ്റ്ററിനുള്ള റെലവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മിനിമം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ എങ്കിലും ഇതിൽ നിന്ന് വരാം. ഇനി സെക്ഷൻ എയിൽ വന്നില്ലെങ്കിൽ സെക്ഷൻ ബിയിലോ സെക്ഷൻ സിയിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ മേ ബി ഒരു 3 to 4 ഒരു 6 മാർക്സ് വരെ എന്ത് ചെയ്യാം, എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ എല്ലാ സെഷനിലും മിനിമം ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായിട്ടും പഠിക്കുക. ഇതിൽ മെയിനായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഈ എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു റെലവൻസ് നമ്മൾ പഠിക്കുന്നത്, എന്തിനാണ് നമ്മളിത് പ്രാക്ടിക്കലി കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം പൊല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള പല ഇഷ്യൂസും കമ്പനീസും പബ്ലിക് സൊസൈറ്റിയും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ്, ഒരു കമ്പനി പെർസ്പെക്റ്റീവിൽ എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് പഠിക്കുന്നത്. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ് ഉണ്ട്. സസ്റ്റൈനബിലിറ്റി എന്താ, നമ്മളൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമ്മൾ റിസോഴ്സ് ഒക്കെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് എൻവിയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. എൻവിയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ നമുക്ക് പല ടേംസ് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം കണ്ടിൻജന്റ് കോസ്റ്റുകൾ, അതുപോലെ പൊട്ടൻഷ്യലി ഹിഡൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് യൂഷ്വലി എക്സാമിന് വരാറുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവിയോൺമെന്റൽ കോസ്റ്റുകൾ. മേ ബി ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഡാറ്റ തന്ന് ഇത് ഏത് കോസ്റ്റ് ആണെന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെയുള്ളത് ഇവിടുത്തെ അക്കൗണ്ടിങ് മെത്തേഡ്സ് ആണ്. നമുക്ക് എങ്ങനെയൊക്കെ എൻവിയോൺമെന്റൽ കോസ്റ്റുകൾ അക്കൗണ്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ 4 മെത്തേഡാണ് പഠിക്കുന്നത്. ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഇതാണ്. ഒരു പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് എടുത്താൽ അതിൽ എത്രയാണോ ഇൻപുട്ട് വരുന്നത്, അതിൻ്റെ മെറ്റീരിയൽ ഇൻപുട്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി, കോസ്റ്റ് നമ്മൾ നോക്കുന്നു. അതുപോലെ എത്രയാണ് ഔട്ട്പുട്ട് വരുന്നത്, ഇത് മാച്ച് ആവണം. മാച്ച് ആയിട്ടില്ലെങ്കിൽ ബാലൻസ് വരുന്ന വേസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കറസ്പോണ്ടിങ് കോസ്റ്റ് കണ്ടുപിടിച്ചാൽ നമുക്കൊരു ലോസ് പോലെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരുന്നു. ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ തന്നെ കുറച്ചും കൂടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ കമ്പനിക്ക് അകത്തുണ്ടാവുന്ന മെറ്റീരിയൽ ഫ്ലോസ് നമ്മൾ 3 കാറ്റഗറി ആയിട്ട് എടുക്കും എന്നുള്ളതാണ്. അതായത് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, പിന്നെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാറ്റഗറി, പിന്നെ ഡെലിവറി ആൻഡ് ഡിസ്പോസൽ. ഇങ്ങനെ നമ്മുടെ മൊത്തം പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ഫ്ലോസിനെ 3 കാറ്റഗറി ആയിട്ട് എടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫ്ലോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ നോർമൽ ABC, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, നമുക്ക് എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യാം. പിന്നെ എൻവിയോൺമെന്റൽ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, നമ്മൾ പഠിച്ച നോർമൽ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എൻവിയോൺമെന്റൽ കോസ്റ്റുകളിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് ഇവിടുത്തെ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ സബായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരു അക്കൗണ്ടന്റിന് ഈ എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരാൾക്ക് കമ്പനിയിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ സെക്ഷൻ ബിയിൽ, അതായത് കോസ്റ്റിംഗ് ടെക്നിക്സിനകത്ത് വരുന്ന ചാപ്റ്റേഴ്സ്. ഇതിൽ നിന്ന് ഇപ്പം എക്സാമിന് സെക്ഷൻ സി ക്വസ്റ്റ്യൻ, ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ സി ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞാൻ ചാൻസ് കുറവാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരിക്കലും നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ട് എക്സാമിന് പോകരുത്. ലൈക്ക് ചിലപ്പോൾ സെക്ഷൻ സിയിൽ തന്നെ സബ് ക്വസ്റ്റ്യൻസ് വരാം. സെക്ഷൻ എയിലോ ബിയിലോ എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സെക്ഷൻ സി വരാനുള്ള പ്രോബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, സെക്ഷൻ സിയിൽ ഒരു 6 മാർക്സിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സെക്ഷൻ സിയിലാണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ സിനാരിയോ ബേസ് ചെയ്തിട്ട് നല്ലപോലെ വായിച്ച് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ആ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ്.
നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ടോപ്പിക്സിൻ്റെ റിവിഷൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഓരോ സെക്ഷനിലെയും ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിനേഴ്സ് റിപ്പോർട്ട്സ് ഉണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് വർഷത്തെ, അതിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് എടുക്കാം. അപ്പം ഈ ഒരു ഫയലിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മൾ തൽക്കാലം ആദ്യത്തെ ടോപ്പിക്സ് മാത്രം എടുക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എടുക്കും, നിങ്ങളൊരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. യെസ്, ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ കമ്പനി ഒരു സിംഗിൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് 4 ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ 4 സ്റ്റേജസിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് 220 യൂണിറ്റ്സ് ആണ്. ആൻഡ് നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജിൽ വരുന്ന മെഷീൻ യൂസേജും അതിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ 4 സ്റ്റേജസ് 1, 2, 3 ആൻഡ് 4. മെഷീൻ യൂസേജ് ബ്രാക്കറ്റിലെ മിനിറ്റ്സ് പെർ യൂണിറ്റ്, അതായത് ഇപ്പോൾ സ്റ്റേജ് 1 ആണെങ്കിൽ എത്ര സമയം മെഷീൻ എത്ര സമയം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 36 മിനിറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും, 45 മിനിറ്റ്സ്, 24 മിനിറ്റ്സ്, 72 മിനിറ്റ്സ്. ഇങ്ങനെയാണ് യൂസേജ് വരുന്നത്. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര സമയം വേണം. പിന്നെയുള്ളത് മന്ത്ലി മെഷീൻ കപ്പാസിറ്റി ആണ്, തന്നിരിക്കുന്ന അവേഴ്സ് ആണ്. അപ്പോൾ മെഷീൻ്റെ കപ്പാസിറ്റി യൂണിറ്റ്സിലാണ് തരുന്നതെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് മെഷീൻ്റെ കപ്പാസിറ്റി അവേഴ്സിലാണ്, അതായത് ഒരു പീരീഡിൽ തന്നിരിക്കുന്ന ഒരു ഗിവൺ പീരീഡിൽ എത്രയാണ് അവരുടെ കപ്പാസിറ്റി. അതായത് സ്റ്റേജ് 1 മെഷീന് മാക്സിമം 120 അവേഴ്സ് ആണ് വർക്ക് ചെയ്യാൻ പറ്റുക. ഇവിടെ 96, 64 ആൻഡ് 180 അവേഴ്സ്, ഇതാണ് മാക്സിമം കപ്പാസിറ്റി. ഇനി ക്വസ്റ്റ്യൻ എന്താ, അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ചേഞ്ച് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓർ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് കോസ്റ്റുകളോ സെല്ലിംഗ് പ്രൈസോ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ഷൻസ് വുഡ് ഇംപ്രൂവ് ദ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പം നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ടി എ റേഷ്യോയുടെ ഇക്വേഷൻ അറിയാം. എന്താ ടി എ റേഷ്യോയുടെ ഇക്വേഷൻ? റിട്ടേൺ പെർ അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ അവർ. റിട്ടേൺ പെർ അവറിൻ്റെ ഇക്വേഷൻ നമുക്ക് പല രീതിയിൽ എടുക്കാം. നോർമലി ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ എടുക്കുക. ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ബോട്ടിൽനെക്ക് അവേഴ്സ് പെർ യൂണിറ്റ്. ഇനി കോസ്റ്റ് പെർ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബോട്ടിൽനെക്ക് അവേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ടി എ റേഷ്യോ ഇംപ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ടി എ റേഷ്യോ ഇംപ്രൂവ് ചെയ്യണം. ടി എ റേഷ്യോ ഇംപ്രൂവ് ചെയ്യാൻ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒന്നും നടക്കില്ല. പിന്നെ നടക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്താ, നമുക്ക് ബോട്ടിൽ നെക്ക് എന്താക്കാം, ബെറ്റർ ആക്കാം. അതായത് ബോട്ടിൽ നെക്കിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം. ഒന്നുകിൽ നമുക്ക് ബോട്ടിൽ നെക്ക് അവേഴ്സ് പെർ യൂണിറ്റ് എന്ത് ചെയ്യാൻ പറ്റണം, കുറയ്ക്കാനായിട്ട് വരണം. അല്ലെങ്കിൽ ടോട്ടൽ ബോട്ടിൽ നെക്ക് അവേഴ്സ്, ടോട്ടൽ അവൈലബിൾ അവേഴ്സ് കൂട്ടാൻ പറ്റണം. അപ്പം നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിന്റെ കപ്പാസിറ്റി എന്താക്കാൻ പറ്റണം, ബെറ്റർ ആക്കാൻ പറ്റണം. കപ്പാസിറ്റി ബെറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടി എ റേഷ്യോ ഇംപ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്ന ഒന്നുകിൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, ഇങ്ങനെ ഓരോ മെഷീൻസ് ഇംപ്രൂവ് ചെയ്യുക. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ റെസ്ട്രിക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ആരാ, ബോട്ടിൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ബോട്ടിൽ നെക്കിന് എന്ത് ചെയ്യുക, മാക്സിമം എലിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി കൂട്ടാൻ നോക്കുക. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേജ് ആണ് ബോട്ടിൽ നെക്ക് എന്ന് ഐഡന്റിഫൈ ചെയ്താൽ ആൻസർ ആയി, അയാളെ ഇംപ്രൂവ് ചെയ്താൽ മതി. അപ്പം 4 ഓപ്ഷൻ, 4 സ്റ്റേജ് ഇംപ്രൂവ് ചെയ്യുന്നതാണ് 4 ഓപ്ഷൻ. ഇതിൽ ഏതാണ് ബോട്ടിൽ നെക്ക്, അയാളെ ഇംപ്രൂവ് ചെയ്യണം. ബോട്ടിൽ നെക്ക് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ഏറ്റവും ലോവസ്റ്റ് കപ്പാസിറ്റി ഉള്ള ആൾ. പക്ഷേ കപ്പാസിറ്റി ഇൻ ടേംസ് ഓഫ് യൂണിറ്റ്സ് ആണ് നോക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന അവേഴ്സ് ആണ്. അപ്പം യൂണിറ്റ് വൈസ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഏറ്റവും കുറവ് യൂണിറ്റ്സ് പ്രോസസ് ആവുന്നത്, അയാളായിരിക്കും എന്ത്, ബോട്ടിൽ നെക്ക്. അപ്പോൾ ഇതിലെ ബോട്ടിൽ നെക്ക് പ്രോസസ് ചെയ്താണെന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് 4 സ്റ്റേജിലെയും
4 സ്റ്റേജിലെയും ടോട്ടൽ അവൈലബിൾ അവേഴ്സ് നോക്കുന്നു. ടോട്ടൽ അവൈലബിൾ അവേഴ്സ് വന്നിരിക്കുന്നത് 120, 96, 64, 180. പിന്നെ ഒരു യൂണിറ്റ് പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന സമയം അതും തന്നിട്ടുണ്ട്. ടൈം പെർ യൂണിറ്റ് അല്ലെങ്കിൽ അവേഴ്സ് പെർ യൂണിറ്റ്. ഇപ്പൊ തന്നിരിക്കുന്ന ടൈം നോക്കിക്കഴിഞ്ഞാൽ യൂസേജ് തന്നിരിക്കുന്നത് മിനിറ്റ്സിലാണ്. ഒരു യൂണിറ്റിന് ഇത്ര മിനിറ്റ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അതിന് അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. കാരണം എന്താ, ടോട്ടൽ കപ്പാസിറ്റി തന്നിരിക്കുന്ന അവേഴ്സിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന മിനിറ്റ്സിനെല്ലാം അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? ഇപ്പം ആദ്യത്തെ 36 ആണെങ്കിൽ 36/60 എന്തിനാ ചെയ്യുന്നത്? അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. പിന്നെ 45/60, then 24/60, ഫോർത്ത് ഡിപ്പാർട്ട്മെന്റിൽ 72/60. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത ആൻസേഴ്സ് ഒന്ന് പറയാമോ പെട്ടെന്ന്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ചാറ്റിൽ ആൻസേഴ്സ് പറയണേ. 0.6 അവേഴ്സ് വരും, കറക്റ്റ് അല്ലേ? 0.75, 0.4, 1.2. ഓക്കെ, അപ്പൊ ഇത്രയായിരിക്കും നമുക്ക് വരുന്ന അവേഴ്സ് പെർ യൂണിറ്റ്, കറക്റ്റ് അല്ലേ? ഇനി വേണ്ട എന്താ, ഇനി നമുക്ക് ഇത് വെച്ച് ഇതിന്റെ കപ്പാസിറ്റി, അതായത് എത്ര യൂണിറ്റ്സ് പ്രോസസ് ചെയ്യാൻ പറ്റും, ഇതിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നു. എന്ന് വെച്ചാൽ എത്ര യൂണിറ്റ്സ് ആണ് മാക്സിമം ചെയ്യാൻ പറ്റുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഒരു യൂണിറ്റിന് 0.6 അവേഴ്സ് ആണ്. അങ്ങനെ 120 അവേഴ്സ് ഉണ്ട്. അപ്പം എക്സ് യൂണിറ്റ്സ് ചെയ്യാൻ ഒരു യൂണിറ്റിന് 0.6 അവേഴ്സ് വെച്ച് 120 അവേഴ്സ് വരുമെങ്കിൽ ആ എക്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 120/0.6 എത്രയാ വരിക? 200 എന്ന് വരും, കറക്റ്റ് അല്ലേ? ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കപ്പാസിറ്റി എങ്ങനെ കിട്ടിയത്? 120/0.6. ഇനി സെക്കൻഡ് പ്രോസസ്സിലേക്ക് വന്നാലോ? 96 ആണ് ടോട്ടൽ, ഡിവൈഡ് ബൈ 0.75. അപ്പോൾ 120, 128. തേർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴോ 64 ഡിവൈഡഡ് ബൈ 0.4, 160. ആൻഡ് ഫോർത്ത് ഡിപ്പാർട്ട്മെന്റ് 180/1.2, 150. അപ്പം 4 ഡിപ്പാർട്ട്മെന്റ്സിനെ മാക്സിമം കപ്പാസിറ്റി കിട്ടി. ഇതിൽ നമ്മുടെ മൊത്തം പ്രൊഡക്ഷൻ റെസ്ട്രിക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ആരാ? ഏറ്റവും കപ്പാസിറ്റി കുറവ് എവിടെയാ? 128 വരുന്ന ഇവിടെയല്ലേ, അതായത് സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റിലല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കപ്പാസിറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്? എലിവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് വരാം. നമ്മൾ സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കപ്പാസിറ്റി കൂട്ടിയാൽ ഓവറോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അതുവഴി ടി എ റേഷ്യോ ഇംപ്രൂവ് ചെയ്യാം. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. പ്രോസസ് ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിൽ, അതായത് റീസെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നെ. അപ്പം അതിന്റെ ഫുൾ ഫയൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ACR സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ അത് സോർട്ട് ചെയ്തിട്ട് സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു ഫയലിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കണേ. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ആണ്. പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. യെസ്, ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്, നമ്മൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ചെക്ക് സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്. അത് ഡെവലപ്പ് ചെയ്തു. ഡെവലപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നു. അതുപോലെ ഫ്യൂച്ചറിലേക്ക് അതിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകൾ തരാണ്. അപ്പം ഡെവലപ്മെന്റ് സ്റ്റേജ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ടൈം പീരീഡ് തന്നിട്ടുണ്ട് ഓരോ സ്റ്റേജിലും. പിന്നെ ഓരോ സ്റ്റേജിലും എത്ര പാക്കേജ് പർച്ചേസ് ആണ് പെർ മന്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതും തന്നിട്ടുണ്ട്. പിന്നെ ഒരു പാക്കേജിന് വരുന്ന വേരിയബിൾ കോസ്റ്റ് അത് ഡോളേഴ്സ് ഇൻ തൗസൻഡ്സിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്മെന്റ് സ്റ്റേജ് ആകുമ്പോൾ പാക്കേജോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലോഞ്ച് തൊട്ട് എത്ര പാക്കേജ് ആണ് പെർ മന്ത് എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. ഓരോ സ്റ്റേജിലും എത്ര പാക്കേജസ് ആണ് പെർ മന്ത്, അത് വിട്ടുപോകരുത്, പെർ മന്ത് ആണ് തന്നേക്കുന്നത്.
അങ്ങനെ ഓരോ സ്റ്റേജും എത്ര മന്ത്സ് ഉണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ട്. പിന്നെ ഏത് സ്റ്റേജ് എടുത്താലും വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്, 0.8. അപ്പം ഡോളറായിട്ട് പറഞ്ഞാൽ എത്രയാണ്? $800 അല്ലേ വരിക. ഡോളേഴ്സും തൗസൻഡ്സ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. 0.8 എന്ന് പറയുമ്പോൾ $800 ആയിരിക്കും വേരിയബിൾ കോസ്റ്റ് പെർ പാക്കേജ്. പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഫിക്സഡ് കോസ്റ്റ്. നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ആ സോഫ്റ്റ്വെയറിന്റെ ലോഞ്ച് തൊട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് തൊട്ട് എൻഡ് വരെ ടോട്ടൽ വരാൻ പോകുന്ന ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 529,600 ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. നേരത്തെ തന്നെ എന്ത് മാത്രമേ ഉള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. പിന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് $120 പെർ പാക്കേജ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കോസ്റ്റും കവർ ചെയ്തിട്ട്, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാ കോസ്റ്റും കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു 120 കിട്ടണം. ക്വസ്റ്റ്യൻ എന്താ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പ്രൈസ് ചാർജ് ചെയ്യണം? ഒരു സോഫ്റ്റ്വെയർ പാക്കേജിന് എത്ര പ്രൈസ് ആണ് ചാർജ് ചെയ്യേണ്ടത്? നിയറസ്റ്റ് ഹോൾ ഡോളറിലേക്ക് റൗണ്ട് ചെയ്ത് വേണം ആൻസർ പറയാൻ. ഇപ്പൊ ക്വസ്റ്റനിൽ എന്താ കണ്ടുപിടിക്കണ്ടേ? സോഫ്റ്റ്വെയർ പാക്കേജിന്റെ പ്രൈസ് ആണ്. ആ പ്രൈസ് എങ്ങനെ ആയിരിക്കണം? നമ്മുടെ മൊത്തം കോസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ട് ഒരു പാക്കേജിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക, അതിന്റെ മേലെ 120 പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെ സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു സോഫ്റ്റ്വെയർ പാക്കേജിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പം എങ്ങനെ കോസ്റ്റ് കണ്ടുപിടിക്കും? അപ്പം നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കോസ്റ്റുകൾ ടോട്ടൽ ലൈഫ് സൈക്കിൾ കോസ്റ്റിൽ ഏറ്റവും ആദ്യം ഡെവലപ്മെന്റ് കോസ്റ്റ് ഉണ്ട്. ഇതെന്തായാലും എടുക്കണമല്ലോ. ഡെവലപ്മെന്റ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നു. അത് എത്രയാണ്? ഡെവലപ്മെന്റ് കോസ്റ്റ് $162,000. ഇത് ഡെവലപ്മെന്റ് കോസ്റ്റ് മാത്രമുണ്ട്. ഇത് കൂടാതെ ഓരോ സ്റ്റേജിലെയും വേരിയബിൾ കോസ്റ്റുകൾ സെപ്പറേറ്റ്ലി തന്നു. അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എടുക്കണം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എങ്ങനെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ എത്ര പാക്കേജസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ എത്ര പാക്കേജസ് വരുന്നുണ്ട്? ഇവിടെ ലോഞ്ച് സ്റ്റേജിലാണെങ്കിൽ 120 ആണ് പെർ മന്ത് വരുന്ന പാക്കേജ്. അങ്ങനെ എത്ര മന്ത്സ് ഉണ്ട്? 2 മന്ത്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 120 × 2 ഇത്രയും പാക്കേജ് അവിടെ വരും ആ ഒരു സ്റ്റേജിൽ. പ്ലസ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ, ഗ്രോത്തിലേക്ക് വരുമ്പോൾ പെർ മന്ത് 140 ആണ്. അങ്ങനെ പെർ മന്ത് 140, അങ്ങനെ 3 മന്ത്സ് അല്ലേ? അപ്പോൾ 140 × 3. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ 170 ആണ് പെർ മന്ത് ഇൻറ്റു 6 മന്ത്സ്. അപ്പോൾ 170 × 6 പ്ലസ് 70 × 2. അപ്പൊ ഇത്രയായിരിക്കും നമുക്ക് എന്ത് വരിക? ടോട്ടൽ നമ്പർ ഓഫ് പാക്കേജസ് വരിക. കറക്റ്റ് അല്ലേ? പെർ മന്ത് ഇത്രയാണ്, അങ്ങനെ ഇത്ര മന്ത്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാക്കേജസ് കണ്ടുപിടിക്കണം. ഇൻറ്റു ഏത് സ്റ്റേജിലാണെങ്കിലും വേരിയബിൾ കോസ്റ്റ് പെർ പാക്കേജ് എത്രയാണ്? 0.8. അപ്പം പാക്കേജസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 800 ചെയ്താൽ മതി. കറക്റ്റ് ആണോ? പാക്കേജസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? ഒന്ന് പറയാമോ? കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ? പാക്കേജസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ എല്ലാവരും ഇതിന്റെ കൂടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണേ. ടോട്ടൽ വരുന്ന നമ്പർ ഓഫ് പാക്കേജസ് എത്രയാണ്? 1820 ആണോ? കറക്റ്റ് ആണോ? ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്യണേ. യെസ്. ഓക്കെ. അപ്പം ഇൻറ്റു 800 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ എത്ര വരും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 1,456,000, 1.456 million. കറക്റ്റ് അല്ലേ? ഇതല്ലേ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്? ഓക്കെ. ദെൻ ഇതിന്റെ കൂടെ നമുക്ക് ഏതും കൂടെ ആഡ് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് കൂടെ എടുക്കണം. എന്നാലല്ലേ ടോട്ടൽ ലൈഫ് സൈക്കിൾ കോസ്റ്റ് ആവുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടലാണ്. ഫിക്സഡ് കോസ്റ്റ് ഡയറക്റ്റ്ലി ടോട്ടലാണ് തന്നിരിക്കുന്നത്, 529,600. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ടോട്ടൽ ലൈഫ് സൈക്കിൾ കോസ്റ്റ് എടുത്താൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ടോട്ടൽ വരിക കറക്റ്റ് അല്ലേ? 2.1476 million എന്ന് വരും. ഇതായിരിക്കും ടോട്ടൽ ലൈഫ് സൈക്കിൾ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഒന്നിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആവറേജ് കോസ്റ്റ് പെർ
പെർ യൂണിറ്റ് അല്ലെങ്കിൽ പെർ പാക്കേജ്. എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ഇതാണ് നമുക്ക് വരുന്ന കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഒരു പാക്കേജിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ നമ്പർ ഓഫ് പാക്കേജസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 1820 ആണ് ടോട്ടൽ പാക്കേജ്. അപ്പോൾ അത് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് വരിക? 1180. കറക്റ്റ് ആണോ? ഒരു പാക്കേജിന് ആവറേജ് വരുന്ന കോസ്റ്റ് 1180 ആയിരിക്കും ഒരു പാക്കേജിന് ആവറേജ് വരുന്ന കോസ്റ്റ്. ഇനി നമ്മളോട് സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യണം. പ്രോഫിറ്റ് എത്ര ആഡ് ചെയ്യണം? ക്വസ്റ്റനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരെണ്ണത്തിന്റെ മേലെ 120 ആണ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് വരുന്നത്, പ്രോഫിറ്റ് പെർ യൂണിറ്റ് വരുന്നത് 120 ആണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 1180 പ്ലസ് 120, $1,300. ക്ലിയർ അല്ലേ കാൽക്കുലേഷൻ? ടോട്ടൽ ലൈഫ് സൈക്കിൾ കോസ്റ്റ് എടുത്തു, ആവറേജ് ഒന്നിന്റെ കോസ്റ്റ് നോക്കി, അവർ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആഡ് ചെയ്തു, അങ്ങനെ ഫൈനൽ പ്രൈസിലേക്ക് എത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിയറി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എൻവിയോൺമെന്റൽ കോസ്റ്റിംഗ് ആണ് ടോപ്പിക്. ഒന്ന് വായിച്ചു നോക്കണേ പെട്ടെന്ന്. ക്വസ്റ്റ്യൻ: which two of the following environmental costs would be better allocated as a result of the introduction of ABC? ഇപ്പോൾ ക്വസ്റ്റ്യൻ, കമ്പനി സിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്നു. അങ്ങനെ എൻവിയോൺമെന്റൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാനും അതുപോലെ ഇമേജ് ബെറ്റർ ആക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നു? ABC ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എൻവിയോൺമെന്റൽ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാം എന്നതാണ് എക്സ്പെക്ടേഷൻ. അപ്പോൾ ഇവിടെ ഏതൊക്കെ കോസ്റ്റുകളാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ABC ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് ബെറ്റർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുക? ഒന്ന്, ഇപ്പം 4 ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ, നോർമൽ മെറ്റീരിയൽ ലോസ് അറൈസിങ് ഫ്രം എ വേസ്റ്റ്ഫുൾ മാനുഫാക്ചറിങ് പ്രോസസ്. എന്താണ് ഈ നോർമൽ ലോസ്? നോർമൽ ലോസ് എന്നുള്ളത് നമ്മൾ PM ഒരുപാട് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേം അല്ല, പക്ഷെ കുറേയൊക്കെ MAയിലാണ് ആ ഒരു നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരിക. നോർമൽ ലോസ് എന്ന് പറയുന്നത് ജനറലി ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് ആണ്. അപ്പം എക്സ്പെക്ട് ചെയ്യുന്ന ലോസ് നമ്മൾ എവിടെയും അക്കൗണ്ട്സിലൊന്നും സെപ്പറേറ്റ്ലി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാറില്ല. അത് നോർമൽ കോസ്റ്റുകളുടെ കൂടെ പോവായിരിക്കും ചെയ്യുക. ഈ നോർമൽ ലോസ് എന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് കോസ്റ്റ് ആയിട്ടോ ഒരു സെപ്പറേറ്റ് ഓവർ ഹെഡ് ആയിട്ടോ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റ് അല്ല. പിന്നെ സെക്കൻഡ് വൺ, സാലറി കോസ്റ്റ് ഓഫ് ദ സൂപ്പർവൈസർ അറ്റ് ദി കമ്പനീസ് CO2 എമിഷൻ പ്യൂരിഫിക്കേഷൻ പ്രോസസ്. അപ്പം CO2 എമിഷൻ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന സൂപ്പർവൈസറുടെ സാലറി. അപ്പോൾ സാലറി എന്നുള്ളത് ഒരു കോമൺ കോസ്റ്റ് ആയിരിക്കും. പല പ്രൊഡക്റ്റ് ഉണ്ടാവും, അവിടെ പല പ്രൊഡക്റ്റിൻ്റെയും പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. കോമൺ ആയിട്ടാണ് സാലറി കൊടുക്കുന്നത്. അപ്പോൾ ആ സാലറിയെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഒരു കോമൺ കോസ്റ്റ്, ഒരു ഓവർ ഹെഡ് കോസ്റ്റിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ABC വെച്ച് നമുക്ക് അലോക്കേറ്റ് ചെയ്തൂടെ? ബിക്കോസ് ABCയുടെ മെയിൻ ഒബ്ജക്റ്റീവ് അതല്ലേ. അതായത് എൻവിയോൺമെന്റൽ ABC ആണെങ്കിലും ആ നമ്മൾ ആദ്യം പഠിച്ച നോർമൽ ABC കോസ്റ്റിംഗ് ഉണ്ടല്ലോ, അതേ കോൺസെപ്റ്റ് തന്നെയാണ് എൻവിയോൺമെന്റൽ കോസ്റ്റിംഗിലേക്ക് അപ്ലൈ ആവുന്നത്. അപ്പോൾ എന്താ, ഒരു ഓവർ ഹെഡ് കോസ്റ്റിനെ കുറച്ചുകൂടെ എന്ത് ചെയ്യാം? ബെറ്റർ ആയിട്ട് ABC വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാവുമ്പോൾ ഇതൊരു ഓവർ ഹെഡ് കോസ്റ്റ് ആണ്, കോമൺ ആയിട്ട് വരുന്ന സാലറി, കോമൺ ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ്. ഈ കോസ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ABC വഴി അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Third point, off-site cost of training staff to follow relevant environmental safety procedures when making products. സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ പല പ്രൊഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ ട്രെയിനിങ് കോസ്റ്റ് കോമൺ ആണ്, കോമൺ ആയിട്ട് വരുന്ന ട്രെയിനിങ് കോസ്റ്റ്. ഒരു ട്രെയിനിങ്ങിൽ കോമൺ ആയിട്ടായിരിക്കും സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നത്, കോമൺ കോസ്റ്റ് ആണ്, ഓവർ ഹെഡ് കോസ്റ്റ് ആയിരിക്കും. അപ്പം ABC വരുമ്പോൾ ഓവർ ഹെഡ് കോസ്റ്റ്, ഇപ്പം കോസ്റ്റ് ഡ്രൈവറിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ ഫെയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതും അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. Then increased hourly wages paid to compensate staff for working with toxic gases. നമ്മൾ സ്റ്റാഫിൻ്റെ എന്ത് ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ വേജ് കൂട്ടുന്നു. വേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താ? ഡയറക്റ്റ് കോസ്റ്റ് അല്ലേ. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ABCയിലേക്ക് വരുമ്പോൾ മെയിൻ ഡിഫറൻസ് എന്താ? ഓവർ ഹെഡ് കോസ്റ്റ് കുറച്ചുകൂടെ ഫെയർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം ട്രഡീഷണൽ രീതിയിൽ ചെയ്താലും ABCയിൽ ചെയ്താലും ഡിഫറൻസ് വരാൻ പോകുന്നത് ഇവിടെയാണ്. രണ്ടിലും ഡയറക്റ്റ് കോസ്റ്റുകളുടെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ അവർലി വേജ്, അതായത് എംപ്ലോയിക്ക് കൊടുക്കുന്ന ഡയറക്റ്റ് പേയ്മെന്റ് അല്ലേ, അപ്പോൾ അതൊന്നും എന്തല്ല ഓവർ ഹെഡ്സിൽ വരുന്നതല്ല. ABC ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കാൽക്കുലേഷനൊന്നും ഡിഫറൻസ് ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ BM CU ആയിരിക്കും ABC വഴി ഡിഫറൻസ് വരാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് പക്ക ഒരു എൻവിയോൺമെന്റൽ കോസ്റ്റിംഗ് കോൺസെപ്റ്റ് അല്ല, നോർമൽ ABC കോൺസെപ്റ്റിലാണ് ഇത് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അതായത് 4 കോസ്റ്റ് വന്നു. അപ്പോൾ ABC വഴി കുറച്ചുകൂടെ
ഓവർ ഹെഡ് കോസ്റ്റുകളായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ കോമൺ കോസ്റ്റ് ആയിട്ട് ഓവർ ഹെഡ് കോസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ബിയും സിയും ആണ് കോമൺലി വരുന്ന കോസ്റ്റ്. സോ ഇത് രണ്ടും ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എ ബി സി വഴി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യനിലേക്ക് വരാം. മാച്ച് ദി സ്റ്റേജസ് റിക്വയർഡ് ടു ദ കറക്റ്റ് സ്റ്റെപ്പ് നമ്പർ ടു ഡിസ്ക്രൈബ് ദ സീക്വൻസ് യൂസ്ഡ് വെൻ ഓപ്പറേറ്റിംഗ് ടാർഗറ്റ് കോസ്റ്റിംഗ്. ടാർഗറ്റ് കോസ്റ്റിംഗിലാണെങ്കിൽ ഇതിന്റെ കറക്റ്റ് ഓർഡർ എങ്ങനെയായിരിക്കും എന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റെപ്സ് നോക്കിക്കഴിഞ്ഞാൽ cost the product, determine the profit margin, set the selling price, use functional and value analysis, identify the cost gap, develop the product concept. അപ്പം നമുക്കറിയാം ഏറ്റവും ആദ്യം നമ്മൾ ടാർഗറ്റ് കോസ്റ്റിങ്ങിൽ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്ലാൻ ആദ്യം വേണ്ടേ, എന്ത് പ്രൊഡക്റ്റാണ് വിൽക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ആദ്യം വേണ്ടേ. അപ്പോൾ അതായിരിക്കുമല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് പ്രൊഡക്റ്റാണെന്നുള്ളത് ആദ്യം പ്ലാൻ ചെയ്തു. പിന്നെന്താ നോക്കുക, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വെച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് നോക്കിയിട്ടൊരു സ്യൂട്ടബിൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രണ്ടാമത്തെ ഓപ്ഷൻ. പിന്നെ നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് മാർജിൻ നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടാർഗറ്റ് കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും കണ്ടുപിടിക്കും. അപ്പോൾ കോസ്റ്റ് ദി പ്രൊഡക്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എടുക്കാം. അങ്ങനെ എസ്റ്റിമേറ്റഡ് കോസ്റ്റും ടാർഗറ്റ് കോസ്റ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, കോസ്റ്റ് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്യാനാണ് നമ്മൾ ഈ ഫങ്ഷണൽ വാല്യൂ അനാലിസിസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതാണ് സിക്സ്ത് സ്റ്റെപ്പ്. അതായത് വാല്യൂ അനാലിസിസ് ആണെങ്കിലും ഫങ്ഷണൽ അനാലിസിസ് ആണെങ്കിലും രണ്ടും എന്താ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന സ്റ്റെപ്സ് ആണ്. അപ്പം ഇതായിരിക്കും ഇതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇത് അത്ര ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്റ്റെപ്പിൽ കൺഫ്യൂഷൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ബാലൻസ് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം മെജോറിറ്റി നമുക്ക് അറിയാവുന്ന കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാർഗറ്റ് കോസ്റ്റിംഗ് ആയിരുന്നു ഇതിനകത്ത് വന്ന ടോപ്പിക്. ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ടു ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കൺസിസ്റ്റന്റ് വിത്ത് ദ തിയറി ഓഫ് കൺസ്ട്രെയിൻസ്? തിയറി ഓഫ് കൺസ്ട്രെയിൻസുമായിട്ട് മാച്ച് ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, there should be a small amount of buffer inventory held prior to the bottleneck. ഇപ്പോൾ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് നമ്മൾ നോർമലി പറയുന്നുണ്ട് ബോട്ടിൽ നെക്കിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുക? ബോട്ടിൽ നെക്കിൻ്റെ മാക്സിമം കപ്പാസിറ്റി കിട്ടണം. അപ്പോൾ ബോട്ടിൽ നെക്ക് ഫുൾ ടൈം അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ബോട്ടിൽ നെക്കിലേക്കുള്ള ഇൻപുട്ട് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി അതിന് മുമ്പ് കുറച്ച് ബഫർ ഇൻവെൻട്രി എന്ന് വെച്ചാൽ എമർജൻസി സിറ്റുവേഷനിൽ സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് ഇൻവെൻട്രി കീപ്പ് ചെയ്യാറുണ്ട്. അപ്പം ആ ഇൻവെൻട്രി നമ്മൾ നോർമലി ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് ആണ്. നമ്മൾ തിയറി ഓഫ് കൺസ്ട്രെയിൻസിൽ ബോട്ടിൽ പ്രോസസ്സിന് മുൻപായിട്ട് കുറച്ച് ബഫർ ഇൻവെൻട്രി, വളരെ കുറച്ച് ഇൻവെൻട്രി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. റോ മെറ്റീരിയൽസ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ് ആസ് സ്ലോലി ആസ് പോസിബിൾ. ആണോ? നമ്മൾ റോ മെറ്റീരിയൽസ് എത്രയും പെട്ടെന്ന് നമുക്ക് എന്താവണം, സെയിൽ ആവണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മാക്സിമം ത്രൂപുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് എത്രയും പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമറിലേക്ക് പോയി അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ത്രൂപുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എത്ര പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് സെയിൽസ് ആക്കാൻ പറ്റും, അതാണ് നല്ലത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. തേർഡ് വൺ, ഓപ്പറേഷൻസ് പ്രയർ ടു ദ ബോട്ടിൽ നെക്ക് ഷുഡ് ഓപ്പറേറ്റ് അറ്റ് എ ഫാസ്റ്റർ ലെവൽ ദാൻ ബോട്ടിൽ നെക്ക്. ബോട്ടിൽ നെക്കിന് മുൻപുള്ള പ്രോസസ്സുകൾ അവർ ബോട്ടിൽ നെക്കിനേക്കാളും സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യണം. ആണോ? അല്ല, നമ്മൾ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് പറയുന്നുണ്ട്. എന്താ? ബോട്ടിൽ നെക്ക് പ്രോസസ്സിന് മുൻപുള്ള പ്രോസസ്സുകൾ ബോട്ടിൽ നെക്കിന്റെ അതേ സ്പീഡിൽ അല്ലെങ്കിൽ അതേ കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? വൺസ് നമ്മൾ ബഫർ ഇൻവെന്ററി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ നെക്കിനേക്കാൾ കപ്പാസിറ്റി കൂടിയ പ്രോസസ്സുകളും ഇവരെല്ലാവരും ഒരേ കപ്പാസിറ്റിയിലായിരിക്കണം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും, ബാക്കിയുള്ള പ്രോസസ്സുകൾ കൂടുതൽ കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്താൽ എന്ന് വെച്ചാൽ കൂടുതൽ യൂണിറ്റ്സ് അവർ ചെയ്യും. ബോട്ടിൽ നെക്കിലേക്ക് വരുമ്പോൾ കപ്പാസിറ്റി കുറവായതുകൊണ്ട് യൂണിറ്റ്സ് അവിടെ എന്താവും, പെൻഡിങ് ആവും. അപ്പം നമ്മൾ പറയുക എങ്ങനെയാണ്, ബോട്ടിൽ നെക്കിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അതിന് മുൻപുള്ള ഓപ്പറേഷൻസും വർക്ക് ചെയ്യേണ്ടത് എന്നാണ് നോർമലി നമ്മൾ പറയുക. ഒരിക്കലും സ്പീഡിൽ ചെയ്യണം എന്നല്ല, സെയിം ലെവലിൽ വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതും ട്രൂ അല്ല, കൺസിസ്റ്റന്റ് അല്ല. ലാസ്റ്റ് വൺ, കൺവേർഷൻ കോസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ആർ കെപ്റ്റ് ടു എ മിനിമം. നമ്മൾ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമുക്ക് എപ്പോഴും റിട്ടേൺ മാക്സിമൈസ് ചെയ്യണം, ത്രൂപുട്ട് മാക്സിമൈസ് ചെയ്യണം, ടി എ റേഷ്യോ ഇംപ്രൂവ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ നോർമൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കോസ്റ്റുകൾ, അത് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ആണെങ്കിലും ഫാക്ടറി റിലേറ്റഡ് കോസ്റ്റുകളാണെങ്കിലും കൺവേർഷൻ കോസ്റ്റ് ഒക്കെ നമുക്ക് മിനിമം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുന്നതാണ് നോർമലി നല്ലത്. അപ്പം ഇതും എന്താണ്, അതുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. സോ എയും ഡിയും ആണ് നമ്മുടെ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങുമായിട്ട് മാച്ച് ആവുന്ന പോയിന്റ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ ത്രൂപുട്ട് അക്കൗണ്ടിങ് ആണ്. പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്:
പ്രൊഡക്റ്റ് വൈയുടെ പ്രൊഡക്ഷൻ റാങ്കിങ് എങ്ങനെയായിരിക്കും? നമ്മൾ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എടുക്കുന്ന സമയത്ത് പ്രൊഡക്ഷനെ റാങ്ക് ചെയ്യുന്ന കാര്യം ഓൾറെഡി പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മുടെ കമ്പനി, ഒരു മാനുഫാക്ചറിങ് കമ്പനി, അതിനകത്ത് മെഷീൻ സി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് 5 hours ആണ് പെർ ഡേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 4 പ്രൊഡക്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. ഫാക്ടറി കോസ്റ്റ് ഇത്രയാണ് പെർ ഡേ. നമ്മുടെ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 4 പ്രൊഡക്റ്റിൻ്റെയും കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ റേറ്റ് പെർ മെഷീൻ അവർ, അതായത് യൂണിറ്റ്സ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മണിക്കൂർ മെഷീൻ വർക്ക് ചെയ്താൽ എത്ര യൂണിറ്റ്സ് വെച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ മെഷീൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മണിക്കൂറിൽ 200 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡാറ്റ തന്നു. പിന്നെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഉണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട്, കൺവേർഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമലി റാങ്ക് ചെയ്യുന്ന എന്തിൻ്റെ ബേസിസിലാണ്? റിട്ടേൺ പെർ അവർ വെച്ചിട്ടാണ്. അതായത് ഒരു മണിക്കൂറിൽ എത്രയാണ് മാക്സിമം റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുക, അതായത് ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ബോട്ടിലൊക്കെ വർക്ക് ചെയ്താൽ എത്രയായിരിക്കും റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ മെഷീൻ സി ഇപ്പം ഇത്രയാണ് അവൈലബിൾ, അത് നമുക്ക് അവൈലബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ റാങ്ക്? അപ്പം റിസോഴ്സ് ലിമിറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ WXYZ ഏതാണോ ഹയസ്റ്റ് റിട്ടേൺ പെർ അവർ ഉള്ളത് അതായിരിക്കും ഫസ്റ്റ് റാങ്ക് വരിക. ആ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റാങ്കിങ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 പ്രൊഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം. റിട്ടേൺ പെർ അവർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനാദ്യം നമുക്ക് വേണ്ടത് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇപ്പം സെല്ലിംഗ് പ്രൈസും മെറ്റീരിയൽ കോസ്റ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ 350 ആണ് സെല്ലിംഗ് പ്രൈസ്, -120 ആണ് മെറ്റീരിയൽ കോസ്റ്റ്. ഇപ്പോൾ 230 ആയിരിക്കും ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. സെക്കൻഡ് പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ 190 -95 ആയിരിക്കും സെക്കൻഡ് പ്രൊഡക്റ്റിൻ്റെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. തേർഡ് പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ 270 -160 110 ആയിരിക്കും. ലാസ്റ്റ് പ്രൊഡക്റ്റിൽ 215 -75 140 ആയിരിക്കും ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഒരു യൂണിറ്റിന് ഇത്ര ടൈം എന്ന രീതിയിലല്ല, പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, യൂണിറ്റ്സ് പെർ അവർ അല്ലേ. കപ്പാസിറ്റി ആണ് തന്നിരിക്കുന്നത്. ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ്സ് എന്നാണ് തന്നിരിക്കുന്നത്. W ആണെങ്കിൽ ഒരു മണിക്കൂറിൽ 200 യൂണിറ്റ്സ്, X ആണെങ്കിൽ 500 യൂണിറ്റ്സ്, Y ആണെങ്കിൽ 400, Z ആണെങ്കിൽ 350. അപ്പോൾ ഒരു മണിക്കൂർ ഓരോ പ്രൊഡക്റ്റിന് വേണ്ടി വർക്ക് ചെയ്താൽ നമുക്കുണ്ടാവുന്ന റിട്ടേൺ പെർ അവർ എത്രയായിരിക്കും? അപ്പോൾ റിട്ടേൺ പെർ അവറിൻ്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കണേ. ഒരു മണിക്കൂറിൽ എത്ര റിട്ടേൺ, അതാണ് റിട്ടേൺ പെർ അവറിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ പല രീതിയിൽ റിട്ടേൺ പെർ അവർ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ബോട്ടിൽനെക്ക് അവേഴ്സ് പെർ യൂണിറ്റ് എന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അതായത് ഒരു യൂണിറ്റിന് എത്ര അവേഴ്സ് വേണം എന്ന് തന്നാൽ അത് വെച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഡാറ്റ തന്നിരിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഒരു യൂണിറ്റിന് എത്രയാണ് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ, പിന്നെ തന്നിരിക്കുന്നത് ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ്സ് ചെയ്യാൻ പറ്റും, ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ്സ്. അപ്പോൾ ഒരു മണിക്കൂറിൽ ഉണ്ടാകുന്ന റിട്ടേൺ എങ്ങനെ കണ്ടുപിടിക്കും? ഡബ്ല്യുവിൻ്റെ കേസ് ആലോചിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ 200 യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഓരോ യൂണിറ്റിനും 230 ഉണ്ട്. എക്സിലേക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ 500 യൂണിറ്റ്സ് ഉണ്ട്, ഓരോ യൂണിറ്റിനും 95 ഉണ്ട്. ഇവിടെ അതുപോലെ 400 × 110, 350 × 140. സോ ഇതായിരിക്കും നമുക്ക് വരുന്ന റിട്ടേൺ പെർ അവർ ഓരോ പ്രൊഡക്റ്റിനെയും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 200 × 230 ചെയ്താൽ 46,000 ആയിരിക്കും ഫസ്റ്റ് പ്രൊഡക്റ്റിന് വരുന്ന റിട്ടേൺ പെർ അവർ. X ആണെങ്കിൽ 500 × 95, 47,500, and Y 400 × 110, 44,000, Z 350 × 140, 49,000. അപ്പോൾ ഇതിൻ്റെ ബേസിൽ, ഈ റിട്ടേൺ പെർ അവറിൻ്റെ ബേസിൽ നമുക്ക് റാങ്ക് ചെയ്യാം. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ വരുന്നത് 49, അതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കാം. പിന്നെ 47,500 സെക്കൻഡ് റാങ്ക് കൊടുക്കാം, 46 തേർഡ് റാങ്ക് കൊടുക്കാം, 44Y ഫോർത്ത് റാങ്ക് കൊടുക്കാം. കറക്റ്റ് അല്ലേ? അപ്പോൾ പ്രൊഡക്റ്റ് വൈയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ക്ലിയർ അല്ലേ? കറക്റ്റ് അല്ലേ?
നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കോസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറയുന്ന സെക്ഷൻ ആയിരുന്നു. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാലും നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകണം. അപ്പം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആയിരുന്നു. ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ഇത് കുറച്ചുകൂടെ വലിയ ഏരിയ ആണ്. എക്സാമിന് സെക്ഷൻസ് ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പല ചാപ്റ്ററിൽ ഇപ്പോൾ CVP അല്ലെങ്കിൽ പ്രൈസിങ്ങോ റെലവൻറ്റ് കോസ്റ്റിംഗ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് അതിലെ ടോപ്പിക്സിലേക്ക് വരാം. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റെലവൻറ്റ് കോസ്റ്റിംഗ്. ഒരു ഡൗട്ട് അതിനിടയിൽ വന്നായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ് സർ, ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കോൺട്രിബ്യൂഷൻ ബൈ ബോട്ടിൽനെക്ക് അല്ലേ ചെയ്യുന്നത് ടു ഫൈൻഡ് റാങ്ക്. അതായത് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് റിട്ടേൺ പെർ അവർ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആണേ പറയുന്നത്. റിട്ടേൺ പെർ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ത്രൂപുട്ട് പെർ യൂണിറ്റ്, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ബോട്ടിൽ നെക്ക് അവേഴ്സ് പെർ യൂണിറ്റ്. ഈ ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ചെയ്യണമെങ്കിൽ ബോട്ടിൽ നെക്ക് അവേഴ്സ് പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ബോട്ടിൽ നെക്ക് എത്ര സമയം വർക്ക് ചെയ്യണം എന്ന ഡാറ്റ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് റിട്ടേൺ പെർ അവർ എന്ന ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. പക്ഷെ ഈ ക്വസ്റ്റനിൽ എന്താ തന്നിരിക്കുന്നത്, നമുക്ക് ഒരു മണിക്കൂറിൽ ഇത്ര യൂണിറ്റ്സ് ഉണ്ട്, ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ്സ് ആണ് എന്നുള്ളത് തന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു യൂണിറ്റിന് എത്രയാണെന്ന് നോക്കുന്നു, അതേ ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്യുന്നു. ഈ രീതിയിലാണ് ലാസ്റ്റ് ക്വസ്റ്റനിൽ നമ്മൾ എന്ത് ചെയ്തത്, റിട്ടേൺ പെർ അവർ കാൽക്കുലേറ്റ് ചെയ്തത്. റിട്ടേൺ പെർ അവറിന്റെ മീനിങ് ഒരു മണിക്കൂറിൽ എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് നോക്കി, അതാണ് ക്വസ്റ്റനിൽ തന്ന ഡാറ്റ. അപ്പോൾ ഒരു യൂണിറ്റിന് ഇത്രയാണ്, അപ്പോൾ ഒരു യൂണിറ്റ് 10 ആണ്, 100 യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ 100 × 10 അതായിരിക്കും ഒരു മണിക്കൂർ കിട്ടുന്ന റിട്ടേൺ. സോ സെക്കൻഡ് ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്തത്, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ യൂസ് ചെയ്തത്. ജോയൽ, അത് ക്ലിയർ ആണോ? ഓക്കെ, യെസ്, നമ്മൾ ടോപ്പിക്സിലേക്ക് വരാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സിനകത്തെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റെലവൻറ്റ് കോസ്റ്റ് അനാലിസിസ് ആയിരുന്നു. റെലവൻറ്റ് കോസ്റ്റിങ്ങിന് തന്നെ 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് റെലവൻറ്റ് കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നു, പിന്നെ മേക്ക് ഓർ ബൈ ആൻഡ് അതർ ഷോർട്ട് ടേം ഡിസിഷൻസ്. ഈ 2 ചാപ്റ്റേഴ്സും കണക്റ്റഡ് ആണ്. കാരണം റെലവൻറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം പറയുന്നു, പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ ആണ് അടുത്ത ചാപ്റ്റർ. അപ്പോൾ ഇത് ഒന്നിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ആദ്യം എന്താണ് റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന കോൺസെപ്റ്റ് എന്നുള്ളത് അറിയണം. എന്താണ് റെലവൻറ്റ് കോസ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന കോൺസെപ്റ്റ്? നമ്മളതൊരു ഡിസിഷൻ മേക്കിംഗ് ടൂൾ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഒരു ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് റെലവൻ്റ് ആയിട്ട് വരിക, നമ്മൾ നോർമലി പറയുക 3 കണ്ടീഷൻസ് മിനിമം അത് മീറ്റ് ചെയ്യണം. ഒന്ന് ഫ്യൂച്ചർ ആയിരിക്കണം, പിന്നെ ഇൻക്രിമെൻ്റൽ ആയിരിക്കണം, തേർഡ് പോയിന്റ് അതൊരു ക്യാഷ് ഫ്ലോ ആയിരിക്കണം. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് റെലവൻ്റ് ആയിരിക്കും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ കൺസിഡർ ചെയ്യേണ്ടി വരും. പിന്നെ അവോയ്ഡബിൾ കോസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ ഡിഫറൻഷ്യൽ കോസ്റ്റുകൾ. ഇങ്ങനെ പല കാര്യങ്ങൾ എന്തായിട്ട് വരാം, റെലവൻ്റ് ആയിട്ട് വരാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആയി ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോസിനെയാണ് നമ്മൾ റെലവൻറ്റ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആയി, അതിനാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ എന്ന് പറയുന്നത്. ആ ഡിസിഷൻ എടുത്തത് കൊണ്ട് മാത്രം എക്സ്ട്രാ വരുന്ന അതിൻ്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആയിട്ട് ഇൻക്രിമെൻ്റലായി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ്, അതാണ് നോർമലി എന്തായിരിക്കുക, റെലവൻ്റ് ആയിട്ട് നമ്മൾ പറയുക. അതിൽ പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളും കൺസിഡർ ചെയ്യേണ്ടി വരും. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നോർമലി അക്കൗണ്ട്സിൽ എവിടെയും വരാത്തൊരു കോസ്റ്റാണ്. കാരണം എന്താ, അക്കൗണ്ട്സിൽ എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളാണ് നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് വെച്ച് എടുക്കുക. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വേറെ എന്താണോ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്, കിട്ടാതെ പോയ നഷ്ടപ്പെട്ട എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സാക്രിഫൈസ് ചെയ്യുമ്പോൾ വരുന്ന ലോസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഫോർഗോൺ ആയിരിക്കും നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് എടുക്കുക. പിന്നെ ജനറലി എന്തൊക്കെ കോസ്റ്റുകൾ റെലവൻ്റ് ആയിട്ട് വരാം, എന്തൊക്കെ ഇറലവൻ്റ് ആയിട്ട് വരാം എന്നുള്ളത് നമ്മൾ പഠിച്ചു വയ്ക്കുന്നുണ്ട്. നോർമലി നമ്മൾ ഈ പറഞ്ഞ പോലെ
ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ റിലവൻ്റ് ആയിരിക്കും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇതൊക്കെ നോർമലി ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് മാറാം. നോർമലി ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ റിലവൻ്റ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റുകൾ റിലവൻ്റ് ആയിരിക്കും. ഇൻക്രിമെൻ്റൽ കോസ്റ്റുകൾ റിലവൻ്റ് ആയിരിക്കും. അവോയ്ഡബിൾ കോസ്റ്റുകൾ റിലവൻ്റ് ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് ഇറലവൻ്റ് ആയിട്ട് വരിക? ജനറൽ ഫിക്സഡ് കോസ്റ്റുകൾ ഇറലവൻ്റ് ആയിരിക്കും. സാലറി കാര്യങ്ങളൊക്കെ നോർമലി ഇറലവൻ്റ് ആയിരിക്കും. കമ്മിറ്റഡ് കോസ്റ്റുകൾ നമ്മൾ എന്തായാലും വരാൻ സാധ്യതയുള്ള കോസ്റ്റുകൾ ഇറലവൻ്റ് ആയിരിക്കും. പിന്നെ സങ് കോസ്റ്റുകൾ പാസ് ഇൻകർ ചെയ്ത കോസ്റ്റുകൾ ഇറലവൻ്റ് ആയിരിക്കും. പിന്നെ നോൺ ക്യാഷ് ഫ്ലോ അല്ലാത്ത കാര്യങ്ങൾ ലൈക്ക് ഡിപ്രീസിയേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? ഇറലവൻ്റ് ആയിരിക്കും. ഇതൊക്കെ ജനറലി. പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് റെലവൻറ്റ് ഇറലവൻറ്റ് നമ്മൾ നോക്കിയെടുക്കേണ്ടി വരും. പിന്നെ റെലവൻറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയലിൻ്റെ റെലവൻറ്റ് കോസ്റ്റ് എങ്ങനെ എടുക്കും? അതിന് ജനറലി ഫോളോ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. മെറ്റീരിയലിൻ്റെ റെലവൻറ്റ് കോസ്റ്റ് എടുക്കാൻ നമ്മൾ ആദ്യം പറയുക സ്റ്റോക്കിലുണ്ടോ അതോ എക്സ്റ്റേണലി പർച്ചേസ് ചെയ്യാണോ, ഈ കാര്യങ്ങൾ ആദ്യം നോക്കണം. സ്റ്റോക്കിലുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് റെഗുലർ യൂസ് ഉണ്ടോ. റെഗുലർ യൂസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് അവിടെ ഓൾട്ടർനേറ്റ് യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടോ. അപ്പം ജനറലി ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ അതിൻ്റെ റെലവൻറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ആ സമയത്ത് മാർക്കറ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുക. ഇനി അതല്ല സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ, സ്റ്റോക്കിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഈ ഒരു പർപ്പസിന് നമ്മൾ സ്റ്റോക്കിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതൊരു റെഗുലർ യൂസുള്ള ഐറ്റം ആണെങ്കിൽ റീപ്ലേസ് ചെയ്യണം. അപ്പം കറന്റ് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആയിരിക്കും റിലവൻ്റ് ആയിട്ട് എടുക്കുക. ഇനി നമുക്ക് റെഗുലർ യൂസ് ഇല്ല, വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പം റെഗുലർ യൂസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ് യൂസും സ്ക്രാപ്പ് വാല്യൂ നോക്കി അതിൽ ഹയർ എമൗണ്ട് ആണ് എടുക്കുക. അതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ കോൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുക. കാരണം എന്താ, നമുക്ക് വേറൊരു ആവശ്യത്തിന് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് വിറ്റാൽ ഒരു പൈസ കിട്ടുമായിരുന്നു. നമ്മളത് വിൽക്കാതെ ഒരു ആവശ്യത്തിന് വേണ്ടി മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിൽ ഹയർ എമൗണ്ട് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇതൊരു ബേസിക് റൂൾ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സോ അല്ലെങ്കിൽ ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി മെറ്റീരിയൽ ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് വായിച്ച് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. ജനറൽ റൂൾ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെയാണ് പറയുക. പിന്നെ ഇതേപോലെ തന്നെ ലേബറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയും. ലേബറിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്പെയർ കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആയിരിക്കും നോർമലി നോക്കുക. സ്പെയർ കപ്പാസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ സ്പെയർ കപ്പാസിറ്റി ഇല്ലേ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അതുപോലെ ചില ക്വസ്റ്റ്യനിൽ ലേബർ സാലറീഡ് ആണോ വേജ് ആണോ ഇത് നമ്മൾ നോക്കേണ്ടി വരും. അവിടെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളും കാര്യങ്ങളും വരാം. ലൈക്ക് നമ്മൾ വേറൊരു കാര്യം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ, വേറൊരു കോൺട്രാക്ട് അല്ലെങ്കിൽ വേറൊരു കാര്യം സാക്രിഫൈസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരാം. പിന്നെ ബാക്കി ജനറൽ ആയിട്ടുള്ള കോസ്റ്റുകളൊക്കെ നോർമലി ഇറലവൻ്റ് ആയിരിക്കും. എക്സ്ട്രാ വരുന്ന കോസ്റ്റുകൾ, അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റുകളൊക്കെ നോർമലി ഇറലവൻ്റ് ആയിരിക്കും. പിന്നെ ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന പല ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ആണ് പിന്നെ നമ്മൾ കണ്ടത്. ഏതൊക്കെയായിരുന്നു? അതിലൊന്ന് വൺ ഓഫ് കോൺട്രാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എക്സാമിന് ഇങ്ങനെ ഈ വൺ ഓഫ് കോൺട്രാക്ട് സിറ്റുവേഷൻ എന്നൊന്നും സ്പെസിഫിക്കലി പറയണമെന്നില്ല. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത് വൺ ഓഫ് കോൺട്രാക്ട് സിറ്റുവേഷൻ ആണെന്നുള്ളത്. എന്താണ് വൺ ഓഫ് കോൺട്രാക്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു സ്പെഷ്യൽ കോൺട്രാക്റ്റ് കിട്ടുന്നു. ആ സ്പെഷ്യൽ കോൺട്രാക്റ്റിന് നമ്മൾ മിനിമം പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം യൂസിങ് റെലവൻറ്റ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്. ആ കോൺട്രാക്റ്റിൻ്റെ മിനിമം പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ കോസ്റ്റുകൾ ഉണ്ടാവുക? ഒന്ന്, റെലവൻറ്റ് കോസ്റ്റിംഗ് കോൺസെപ്റ്റ് വെച്ച് ചിന്തിക്കുമ്പോൾ അഡീഷണൽ ആയിട്ടുണ്ടാകുന്ന ഫ്യൂച്ചർ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ് ഉണ്ടാവാം. പിന്നെ ഒരു കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ നമ്മൾ എടുക്കുന്ന സാക്രിഫൈസുകൾ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ ഉണ്ടാവും. അപ്പം ആ കോസ്റ്റുകൾ കണ്ടുപിടിക്കുക. അതിൻ്റെ സമ്മാണ് ടോട്ടൽ റെലവൻറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മിനിമം പ്രൈസ് എന്ന് പറയുന്നത്. ഇതാണ് വൺ ഓഫ് കോൺട്രാക്റ്റിലെ ഒരു കോൺസെപ്റ്റ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് മേക്ക് ഓർ ബൈ ഉണ്ട്. എന്താണ് മേക്ക് ഓർ ബൈ? മേക്ക് ഓർ ബൈ എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പോണൻസോ, നിങ്ങൾ കമ്പനിക്ക് ആവശ്യമുള്ള കോമ്പോണൻസോ അല്ലെങ്കിൽ സർവീസസോ ഇൻഹൗസ് ചെയ്യണോ ഔട്ട്സോഴ്സ് ചെയ്യണോ എന്നുള്ളതാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്താ കമ്പയർ ചെയ്യുക? ഇൻഹൗസ് കോസ്റ്റുകളും അതുപോലെ ഔട്ട്സോഴ്സ് കോസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. അതായത് ഡിഫറൻസ് വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇൻഹൗസ് ചെയ്താൽ വരുന്ന റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഔട്ട്സോഴ്സ് ചെയ്താൽ വരുന്ന റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതിൽ ചീപ്പർ ഓപ്ഷൻ ഏതാണോ അതായിരിക്കും നമ്മൾ നോർമലി ചൂസ് ചെയ്യുക.
അപ്പം ഇൻഹൗസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ റെലവൻറ്റ് കോസ്റ്റുകൾ കണ്ടുപിടിക്കുന്നു. ഇത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ആ കമ്പാരിസൺ ഫെയർ ആയിരിക്കണം. ഫെയർ ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ഇൻഹൗസ് റെലവൻറ്റ് കോസ്റ്റ് എടുത്താൽ ഇതിനെ പെർ യൂണിറ്റ് പർച്ചേസ് പ്രൈസ്, എക്സ്റ്റേണൽ പർച്ചേസ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യണം. ഇവിടെ ഇൻഹൗസ് ടോട്ടലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ എക്സ്റ്റേണലും ടോട്ടലായിട്ട് എടുക്കുക. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചീപ്പർ ഓപ്ഷൻ ഏതാണോ ഇതായിരിക്കും നോർമലി നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഈ മേക്ക് ഓർ ബൈ തന്നെ വിത്ത് ലിമിറ്റിംഗ് ഫാക്ടർ സിറ്റുവേഷൻ വരാം. അതായത് ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ മേക്കിങ്ങിൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ ബൈയിങ്ങിൻ്റെ പ്രയോറിറ്റിയും ചിലപ്പോൾ സെറ്റ് ചെയ്യേണ്ടി വരാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടെ ബെസ്റ്റ് യൂസ് ഏതാണ്, നിങ്ങളുടെ സ്കാസ് റിസോഴ്സിൻ്റെ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ ബെസ്റ്റ് യൂസ് എന്താണ്, നമുക്ക് ഏറ്റവും മിനിമം കോസ്റ്റ് വരുന്ന ഓപ്ഷൻ ഏതാണോ അതായിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവുക വിത്ത് ലിമിറ്റിംഗ് ഫാക്ടർ വരികയാണെങ്കിൽ. ഇതാണ് മേക്ക് ഓർ ബൈയിൽ വരുന്ന നോർമൽ സിനാരിയോ. പിന്നെ ഇതിന് പുറമെ ഈ കോസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സിന് പുറമെ നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സും നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ കോമ്പോണൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന നോൺ ഫിനാൻഷ്യൽ ആസ്പെക്ട്, ലൈക്ക് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഡെലിവറി ടൈം, പ്രൈസ് സ്റ്റെബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ കസ്റ്റമർ പ്രിഫറൻസ്, എംപ്ലോയീസിൻ്റെ സൈഡ്, സപ്ലയേഴ്സിൻ്റെ സൈഡ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടി വരും. മേക്ക് ഓർ ബൈ ഡിസിഷനിൽ ഇതൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല മേക്കാണ് നല്ലത്. നോൺ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ മേക്കാണ് നല്ലത് അല്ലെങ്കിൽ ബൈ ആണ് നല്ലത്. നമ്മൾ നേരെ പോയിട്ട് എല്ലാവരും ഇൻഹൗസ് ചെയ്യണം എന്നൊരിക്കലും നമ്മൾ ആൻസറിൽ പറയരുത്. രണ്ടിനും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. നമ്മൾ ഇൻഹൗസ് ചെയ്യുമ്പോൾ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടാവും, ഔട്ട്സോഴ്സ് ചെയ്യുമ്പോഴും കുറേ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ആംഗിളിൽ വേണം എപ്പോഴും നോൺ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പം ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടി വരാം. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചിട്ടുള്ളത് ആൻസർ ചെയ്യാൻ. ഇപ്പോൾ എക്സാമിനോട് ചിലപ്പോൾ ഇഷ്യൂസ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, ജനറലായിട്ട് എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ആ റിക്വയർഡ് നല്ലപോലെ വായിച്ചിട്ട് വേണം നോൺ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഡിസ്കസ് ചെയ്യാൻ. പിന്നെ നമ്മൾ അടുത്തൊരു ഡിസിഷൻ എന്ന് പറയുന്നത് ഫർദർ പ്രോസസ്സാണ്, ഫർദർ പ്രോസസ്സിങ് സിറ്റുവേഷൻ ആണ്. ഫർദർ പ്രോസസ്സിങ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ജോയിൻറ്റ് പ്രൊഡക്ട്സ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ സെയിൽ ചെയ്യണോ അതോ ഫർദർ പ്രോസസ്സ് ചെയ്യണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫർദർ പ്രോസസ്സ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അറിയാൻ നമ്മളവിടെ കമ്പയർ ചെയ്യുക. ഫർദർ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ വരാൻ പോകുന്ന ഇൻക്രിമെൻ്റൽ റവന്യൂ, അഡീഷണൽ റവന്യൂ ആൻഡ് അഡീഷണൽ കോസ്റ്റ്, ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യുക. ഇത് കമ്പയർ ചെയ്തിട്ട് റവന്യൂ ആണ് കൂടുതലെങ്കിൽ നമ്മൾ നോർമലി ഫർദർ പ്രോസസ്സ് ചെയ്യാം എന്നാണ് പറയുക. റവന്യൂ കൂടുതൽ കിട്ടുന്നുണ്ട്, എക്സ്ട്രാ ബെനിഫിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫർദർ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ജോയിൻറ്റ് പ്രൊഡക്റ്റ് കിട്ടുന്നതിന് മുൻപുള്ള കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോർമലി എന്തായിരിക്കും, ഇറലവൻ്റ് ആയിരിക്കും. ഇവിടം തൊട്ട് ഇവിടെ വരെ ഫർദർ പ്രോസസ് ചെയ്ത ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത് വരെയുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അഡീഷണൽ ആയിട്ട് റവന്യൂ കോസ്റ്റുകളാണ് അവിടെ റെലവൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ ആ ഫർദർ പ്രോസസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെലവൻറ്റ് കോസ്റ്റുകളായിരിക്കും കൺസിഡർ ചെയ്യേണ്ടി വരും, അല്ലാതെ കമ്പനിയുടെ ജനറൽ ആയിട്ടുള്ള കോസ്റ്റുകളൊന്നും അവിടെ കൺസിഡർ ചെയ്യേണ്ട. ഇതാണ് ഫർദർ പ്രോസസ്സിങ് സിറ്റുവേഷൻ. പിന്നെ വരുന്നത് ഷട്ട് ഡൗൺ ഡിസിഷനാണ്, ഷട്ട് ഡൗൺ സിറ്റുവേഷൻ. ഷട്ട് ഡൗൺ സിറ്റുവേഷൻ നമ്മുടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, നിർത്തണോ വേണ്ടയോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ നോർമലി ഇങ്ങനെയാണ്, നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ ഉണ്ടാവുന്ന റെലവൻറ്റ് സേവിങ്സ് നമ്മൾ നോക്കും. റെലവൻറ്റ് സേവിങ്സ് അല്ലെങ്കിൽ റെലവൻറ്റ് ബെനിഫിറ്റ്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ഡിപ്പാർട്ട്മെൻറ്റോ നിർത്തുമ്പോൾ പല കോസ്റ്റുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അതുവഴി നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ അഡീഷണൽ കോസ്റ്റുകൾ വരാം, നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതുവഴി അഡീഷണൽ കോസ്റ്റുകൾ ഉണ്ടാവാം. ഇത് കമ്പയർ ചെയ്തിട്ട് സേവിങ്സ് ആണ് കൂടുതലെങ്കിൽ, അതായത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് വഴി സേവിങ്സ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം എന്നാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക. ഇവിടെയൊക്കെ നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുണ്ട്. ഷട്ട് ഡൗൺ ഡിസിഷനിലും നമ്മൾ നേരത്തെ മേക്ക് ഓർ ബൈയിൽ പറഞ്ഞ പോലെ തന്നെ കുറേ നോൺ ഫിനാൻഷ്യൽ ആസ്പെക്ട് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടി വരാം. പിന്നെ ഇതൊന്നും അല്ലാതെ, ഇപ്പം 4 സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത്, ഇതൊന്നും അല്ലാത്ത ക്വസ്റ്റ്യൻസും എക്സാമിന് വരാറുണ്ട്. അതായത് ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ തന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് വരാറുണ്ട്. അതായത് ഈ 4 കാറ്റഗറിയിൽ ഒന്നും വരാത്ത, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി അവർ വീക്ക്ലി 6 ഡേയ്സ് കറൻ്റ്ലി വർക്കിംഗ് ആണ്, സൺഡേ ഓഫാണെന്ന് വിചാരിക്കുക. അപ്പോൾ സൺഡേയും കൂടെ ഓപ്പൺ ചെയ്താലോ എന്ന ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് സൺഡേ ഓപ്പൺ ചെയ്താലുണ്ടാവുന്ന ഇൻക്രിമെൻ്റൽ റവന്യൂസും ഇൻക്രിമെൻ്റൽ കോസ്റ്റുകളും കമ്പയർ ചെയ്ത്
ബെനിഫിറ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡിസിഷൻ എടുക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഒരു സിനാരിയോ തന്ന് ആ ഒരു സ്പെസിഫിക് ഡിസിഷൻ വേണോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പം ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്താൽ, എന്തോ ഒരു ഡിസിഷൻ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഡിസിഷൻ എടുത്താൽ ഉണ്ടാവുന്ന റെലവൻറ്റ് കോസ്റ്റും റെലവൻറ്റ് ബെനിഫിറ്റും കമ്പയർ ചെയ്യുക. അപ്പോൾ ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും കോസ്റ്റും ബെനിഫിറ്റും കമ്പയർ ചെയ്യും. ബെനിഫിറ്റ് ആണ് കൂടുതലെങ്കിൽ ആ ഡിസിഷൻ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, നമ്മുടെ റെലവൻറ്റ് കോസ്റ്റിങ്ങിൻ്റെ 2 ചാപ്റ്ററിലായിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. പിന്നത്തെ ഒരു ചാപ്റ്റർ നമ്മുടെ CVP ആയിരുന്നു, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഇതെന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്? യൂണിറ്റ്സിനനുസരിച്ച് നിങ്ങളുടെ റവന്യൂ, സെയിൽസ് റവന്യൂ ആൻഡ് വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ്, ഇതൊക്കെ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ആണ് എന്ത്, CVP അനാലിസിസ്. അതായത് യൂണിറ്റ്സ് X ആണെങ്കിൽ റവന്യൂ എത്രയായിരിക്കും, റവന്യൂ Y ആണെങ്കിൽ യൂണിറ്റ്സ് എത്രയായിരിക്കും, ഇത്ര യൂണിറ്റ്സ് കിട്ടാൻ, ഇത്ര യൂണിറ്റ്സ് വിറ്റാൽ എത്ര വേരിയബിൾ കോസ്റ്റ് വരും, ഇത്ര കോൺട്രിബ്യൂഷൻ കിട്ടാൻ എത്ര വേരിയബിൾ കോസ്റ്റ് വരും. ഇങ്ങനെ ഇവരൊക്കെ തമ്മിലുള്ള ഒരു അനാലിസിസ് ആണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് വെച്ച് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അത് 2 സെക്ഷനായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് സിംഗിൾ പ്രൊഡക്റ്റിൽ പഠിക്കുന്നുണ്ട്, പിന്നെ മൾട്ടി പ്രൊഡക്റ്റിൽ പഠിക്കുന്നുണ്ട്. സിംഗിൾ പ്രൊഡക്റ്റ് ആകുമ്പോൾ കാൽക്കുലേഷൻസ് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. നമ്മളവിടെ യൂസ് ചെയ്യുന്ന 2 കാൽക്കുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒന്നുകിൽ ഇപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഒക്കെ യൂസ് ചെയ്ത് പല കാൽക്കുലേഷൻസും ചെയ്യാം, അല്ലെങ്കിൽ CS റേഷ്യോ യൂസ് ചെയ്യാം. മൾട്ടി പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ വെയ്റ്റഡ് ആവറേജ് വാല്യൂസ് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ നോർമലി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുക, നോർമലി നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ബ്രേക്ക് ഈവൺ പോയിന്റിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ട്, പിന്നെ ടാർഗറ്റ് പ്രോഫിറ്റ് വരുന്ന സിനാരിയോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാറുണ്ട്, മാർജിൻ ഓഫ് സേഫ്റ്റി വരാറുണ്ട്, പിന്നെ ഇതിൻ്റെയൊക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസും അറിഞ്ഞിരിക്കണം. അതും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഗ്രാഫിക്കൽ എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഈവൻ ചാർട്ടുകളുണ്ട്, പിന്നെ PV പ്രോഫിറ്റ് വോളിയം ചാർട്ടുണ്ട്, PV ചാർട്ടുണ്ട്. ഈ ഗ്രാഫുകളൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് വരാറുണ്ട്. ഇതാണ് നമ്മൾ മെയിനായിട്ട് CVPക്കകത്ത് പഠിച്ച്. CVPക്കകത്ത് എന്താ കുറേ ടോപ്പിക്സ് പഠിക്കുന്നതിനേക്കാളും അവരൊക്കെ തമ്മിലുള്ള കണക്ഷൻ, ആ ഒരു എന്താ പറയുക, ഒരു വേരിയബിൾ മാറിയാൽ, ഇപ്പം യൂണിറ്റ്സ് മാറിയാൽ റവന്യൂ എങ്ങനെ മാറും, അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് കൃത്യമായി ചെയ്യാൻ അറിയാമെന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും എക്സാമിനർ ഇപ്പം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്, ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് അങ്ങനെ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. അല്ലാതെ ഒരു കാര്യം നമ്മൾ പഠിച്ചു അത് തന്നെ ക്വസ്റ്റ്യൻ എക്സാമിന് വരണമെന്നില്ല. CVP മൊത്തം അനാലിസിസ് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, എക്സാമിനർക്ക് ചോദിക്കാം. പിന്നത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, ഒരു റിസോഴ്സ് സ്കാസ് റിസോഴ്സ് ആണെങ്കിൽ, സ്കാസ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിസോഴ്സിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ റിസോഴ്സിനാണ് ജനറലി പറയുക. ഇനി ലിമിറ്റിംഗ് ഫാക്ടർ സിറ്റുവേഷനിൽ 2 സിറ്റുവേഷനായിട്ട് 2 വരാം. സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറും മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറും വരാം. എന്താ സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ? ഒരാൾ മാത്രമേ കുറവുള്ളൂ, ബാക്കി എല്ലാ റിസോഴ്സസും സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്. സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ അവിടെ നമ്മൾ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ ഇതാണ്. മെയിനായിട്ട് നമുക്ക് വരുന്ന കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ നോക്കും. കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ ഇതിൻ്റെ ബേസിലായിരിക്കും റാങ്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ ലിമിറ്റിംഗ് ഫാക്ടർ ഏതാണോ ആവറേജ് അതൊരു യൂണിറ്റ് കൊടുത്താൽ എത്രയായിരിക്കും നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുക. ഇതായിരിക്കും നമ്മൾ സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ ചെയ്യുക. മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടർ ആകുമ്പോൾ നമ്മളവിടെ ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡാണ് എടുക്കുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ്, അതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ് ആയിരിക്കും നമ്മൾ എടുക്കുക. എന്തായിരുന്നു അതിൻ്റെ സ്റ്റെപ്സ്? എന്തായിരുന്നു സ്റ്റെപ്സ്? എങ്ങനെയായിരുന്നു? നമ്മൾ വേരിയബിൾസ് ആദ്യം ഡിഫൈൻ ചെയ്യുക, പിന്നെ കൺസ്ട്രെയിൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ XY വരുന്ന ഇക്വേഷൻസ് ആയിട്ട് എടുക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ സെറ്റ് ചെയ്യുക, ഒബ്ജക്റ്റീവ് ഫങ്ഷൻ. പിന്നെ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ചിട്ട് എയ്തർ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഐസോ കോൺട്രിബ്യൂഷൻ ലൈൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ മെത്തേഡ് എന്നും പറയാറുണ്ട്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഒപ്റ്റിമൽ പ്ലാൻ എടുക്കാൻ പറ്റും.
ഇതാണ് മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറുള്ള സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി ഈ രണ്ട് കേസിലും ഓർക്കുക, നമുക്ക് ഷാഡോ പ്രൈസുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഷാഡോ പ്രൈസ്? ഒരു റിസോഴ്സ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ആണെങ്കിൽ അതിനാണ് നമ്മൾ ബൈൻഡിങ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുക. ആ ബൈൻഡിങ് കൺസ്ട്രെയിൻസ് എക്സ്ട്രാ കിട്ടിയാൽ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്ന ഇൻക്രീസ് ആയിരുന്നു ഷാഡോ പ്രൈസ്. ഷാഡോ പ്രൈസിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന്, ഇൻക്രീസ് ഇൻ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഒരു മീനിങ്. കോൺട്രിബ്യൂഷൻ എത്ര കൂടും എന്നുള്ളതാണ് ഒരു മീനിങ്. രണ്ടാമത്തെ മീനിങ് എന്ന് പറയുന്നത് അഡീഷണൽ കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സിന് മാക്സിമം പ്രീമിയം കമ്പനി എത്ര എത്ര വരെ കൊടുക്കാൻ റെഡിയാവും. ഇങ്ങനെ രണ്ട് മീനിങ് ആയിരുന്നു എന്തിനുണ്ടായിരുന്നത്? ഷാഡോ പ്രൈസിനുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ മെയിനായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ. പിന്നെയുള്ളത് പ്രൈസിങ് ഡെസിഷൻ എന്ന ചാപ്റ്റർ ആയിരുന്നു. പ്രൈസിങ് ഡെസിഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന്, നമ്മുടെ പ്രൈസിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ പ്രൈസിന് എഫക്റ്റ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. പിന്നെ പ്രൈസിങ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. മെയിനായിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് പ്രൈസിങ് സ്ട്രാറ്റജീസ് പഠിക്കുന്നുണ്ട്. ഒന്ന് കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയും പിന്നെ ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി. കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അവിടെ ഫുൾ കോസ്റ്റ് പ്ലസ്സോ, അതായത് കോസ്റ്റിൻ്റെ മേലെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, അതല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് പ്ലസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതാണ് കോസ്റ്റ് ബേസ്ഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ബേസ്ഡ് അപ്രോച്ചിലാണ് നമ്മൾ പ്രൈസും ഡിമാൻഡും നമ്മൾ റിലേഷനൊക്കെ വെച്ച് പഠിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഓൾജിബ്രായിക് മെത്തേഡും ടാബുലാർ മെത്തേഡും ഒക്കെ പഠിക്കുന്നത്. ഓൾജിബ്രായിക് മെത്തേഡിലാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഡിമാൻഡ് ഫംഗ്ഷൻ, അതുപോലെ അവിടെയാണ് എം സിയും എം ആറും ഈക്വൽ ആണെന്നൊരു അസംഷനൊക്കെ നമ്മൾ എടുക്കുക ഓൾജിബ്രായിക് മെത്തേഡ്. ടാബുലാർ മെത്തേഡിൽ അങ്ങനെ അസംഷൻ ഒന്നുമില്ല. ഒരു ടേബിളിൽ നമ്മൾ ഓരോ സിറ്റുവേഷനിലെയും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒപ്റ്റിമൽ പ്രൈസ് എടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അങ്ങനെ മാത്തമാറ്റിക്കലി പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. കോസ്റ്റ് ബേസ്ഡ് ആയിട്ടും ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിക്കുന്നത് ഇതല്ലാത്ത പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. അതർ പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിലെന്തൊക്കെ വരുന്നുണ്ട്? അതർ പ്രൈസിങ് സ്ട്രാറ്റജീസിലാണ് നമ്മൾ സ്കിമ്മിങ്ങും പെനിട്രേഷനൊക്കെ പഠിക്കുന്നത്. ഒരു പുതിയ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ഈ സ്കിമ്മിങ് പെനിട്രേഷൻ എന്നൊക്കെ പറയുന്നത്. അത് ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്ന സ്കിമ്മിങ്ങും ലോവർ പ്രൈസ് ചാർജ് ചെയ്യുന്ന പെനിട്രേഷനുമാണ്. അത് മാത്രം പഠിച്ചാൽ പോരാ, ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നാൽ ഇത് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് സജസ്റ്റ് ചെയ്യാനും അറിയണം. പിന്നെ ഇത് കൂടാതെ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് പ്രൈസിങ് ഉണ്ടായിരുന്നു, പിന്നെ പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ് ഉണ്ടായിരുന്നു, അതുപോലെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, വോള്യം ഡിസ്കൗണ്ടിങ് ഉണ്ടായിരുന്നു, ഗോയിങ് റേറ്റ് പ്രൈസിങ് ഉണ്ടായിരുന്നു, റെലവൻറ്റ് കോസ്റ്റ് പ്രൈസിങ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സ്കിമ്മിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നതിനാണ് സ്കിമ്മിംഗ് എന്ന് പറയുന്നത്. ലോവർ പ്രൈസ് ചാർജ് ചെയ്യുന്നതിന് പെനിട്രേഷൻ. കോംപ്ലിമെൻ്ററി പ്രൊഡക്ട്സിന്, അതായത് ഒന്ന് വാങ്ങുമ്പോൾ മറ്റൊന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ, പ്രൊഡക്റ്റ് എ വാങ്ങുന്ന ആൾ ബി വാങ്ങുമ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് പ്രോഫിറ്റ് ഇടുന്ന രീതിയിൽ നമുക്ക് പ്രൈസിങ് ഫിക്സ് ചെയ്യാം. അതിനാണ് കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ്. തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പറ്റുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. വോയിസ് ഇഷ്യൂ വരുന്നുണ്ടോ? ഒരു ചെറിയ ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വോയിസ് ഓക്കെ? ഓക്കെ ഓക്കെ. ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും, കട്ടായി പോകുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? വോയിസ് ഇപ്പൊ ക്ലിയർ ആണോ?
ഓക്കെ, ഞാൻ എന്തായാലും കുറച്ചുകൂടെ എടുക്കാം. നിങ്ങൾ നോക്കുക, ഭയങ്കരമായിട്ട് ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ പറയണേ. എന്താണെന്ന് അറിയില്ല, ഇനിയിപ്പം മഴയുടെ ഇഷ്യൂസ് അതിൻ്റെ ബുദ്ധിമുട്ടാണോ എന്ന് അറിയില്ല. ഇപ്പം എനിക്കും കട്ടാവുന്നുണ്ടെന്നുള്ളത് കുറച്ച് പേര് ഗ്രൂപ്പിൽ മീൻസ് ചാറ്റിൽ പറയുന്നുണ്ട്. ഇതുവരെ ഓക്കെ ആയിരുന്നോ? ഓക്കെ, ഡിസ്കസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ പറയണേ. ഓക്കെ, അപ്പം കോംപ്ലിമെന്ററി പ്രൊഡക്റ്റ് പ്രൈസിങ് വരെ ക്ലിയർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞ് ബ്രേക്ക്. അപ്പം ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് കോംപ്ലിമെന്ററി പ്രൈസിംഗ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിംഗ് ആയിരുന്നു. പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്കൊരു കോംബോ പോലെ സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സിലോ, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റിൽ തന്നെ ഡിഫറെൻറ്റ് ലെവൽ. പിന്നെ ഉണ്ടായിരുന്ന പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെ, ഒരേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് തന്നെ പല പ്രൈസിൽ പല കസ്റ്റമേഴ്സിന് കൊടുക്കുക. അത് ജിയോഗ്രഫിക്കൽ ഡിഫറൻസുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏജ് വെച്ചിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ പല പ്രൈസിന് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ വോള്യൂം ഡിസ്കൗണ്ടിങ് ഉണ്ടായിരുന്നു. വോള്യൂം ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ യൂണിറ്റ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കുകയാണ്. കൂടുതൽ യൂണിറ്റ്സ് വാങ്ങുന്നവർക്ക് കുറഞ്ഞ പ്രൈസിന് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ ഗോയിങ് റേറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്ന ഒരു കോമൺ റേറ്റ്, അല്ലെങ്കിൽ എല്ലാവരും ചാർജ് ചെയ്യുന്ന അതേ റേറ്റ് തന്നെ നമ്മൾ മാർക്കറ്റിൽ ചാർജ് ചെയ്ത് പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഗോയിങ് റേറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. പിന്നെ റെലവൻറ്റ് കോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. റെലവൻറ്റ് കോസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് കോൺട്രാക്റ്റിനൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യാം. ഇതായിരുന്നു റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങളായിരുന്നു പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, പ്രൈസിംഗ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. യെസ്, ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ നിങ്ങൾ? ഇപ്പം ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പോൾ ഓക്കെ ആണ്? ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഭാഗ്യം. അത് മഴ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. കുഴപ്പമില്ലായിരുന്നു ഇതുവരെ. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ അതിനകത്ത് പെൻഡിങ് ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻസിലേക്ക് കിടക്കാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റി ആയിരുന്നു. ഇവിടെ നമ്മൾ കമ്പനി റിസ്ക് സിറ്റുവേഷൻസോ അല്ലെങ്കിൽ അൺസർട്ടിനിറ്റി സിറ്റുവേഷൻസോ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് മെയിൻലി ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ഡിസിഷനിൽ മൾട്ടിപ്പിൾ ഔട്ട്കംസോ മൾട്ടിപ്പിൾ റിസൾട്ടുകളോ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യുക. അതിൽ തന്നെ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മീൻ ചെയ്യുന്നത് നമുക്ക് ഫ്യൂച്ചർ ഇവൻറ്റ്സും അതിൻ്റെ പ്രോബബിലിറ്റീസും നമുക്കറിയാം. അപ്പം ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അൺസർട്ടിനിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വേഴ്സ് സിറ്റുവേഷൻ ആണ്. നമുക്ക് ഔട്ട്കംസോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റീസോ അറിയാത്തൊരു സിറ്റുവേഷനെയാണ് നമ്മൾ അൺസർട്ടിനിറ്റി എന്ന് പറയുക. അപ്പോൾ ജനറലി നമ്മൾ അൺസർട്ടിനിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. കമ്പനി അൺസർട്ടിനിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അതിനുള്ള ഒന്ന് രണ്ട് മെത്തേഡ്സ് നമ്മൾ പറയുന്നു. ഒന്ന്, മാർക്കറ്റ് റിസർച്ച് നടത്തും. നമുക്ക് ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിൽ മാർക്കറ്റ് റിസർച്ച് നടത്തിയാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഒരു ഓപ്ഷൻ ഫോക്കസ് ഗ്രൂപ്പാണ്. ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഡിസ്കഷനോ കാര്യങ്ങളോ കണ്ടക്ട് ചെയ്താൽ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അൺസർട്ടിനിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി റിസ്ക്കും അൺസർട്ടിനിറ്റിയും വരുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇവിടെ പല ഡിസിഷൻ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ പല പല ഔട്ട്കംസും വരാം. അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് നോർമലി നമ്മുടെ റിസ്ക് പ്രിഫറൻസ് അല്ലെങ്കിൽ റിസ്ക് ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ടാണ്. റിസ്ക് പ്രിഫറൻസ് 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, റിസ്ക് സീക്കേഴ്സ് ഉണ്ട്. ആരാണ് റിസ്ക് സീക്കർ? നല്ല റിസ്ക് എടുക്കുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് ഔട്ട്കം നോക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ റിസ്ക് സീക്കേഴ്സ് എന്ന് പറയുക. പിന്നെ റിസ്ക് അവേഴ്സ് ഉണ്ട്. റിസ്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത, റിസ്ക് മിനിമൈസ് ചെയ്യുന്ന, വേഴ്സ്റ്റ് ഔട്ട്കം വന്നാലോ എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ വരുന്നത് റിസ്ക് ന്യൂട്രൽ ആയിട്ടുള്ള കാറ്റഗറിയാണ്. റിസ്ക് ന്യൂട്രൽ
ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ആവറേജ് റിസ്ക്, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്ന അല്ലെങ്കിൽ പ്രോബബിലിറ്റിക്ക് അനുസരിച്ച് റിസ്ക് എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ റിസ്ക് ന്യൂട്രൽ എന്ന് പറയുന്നത്. ഡിസിഷൻസ് പല ഔട്ട്കംസ്, അവിടെ ഡിസിഷൻ എടുക്കാൻ റിസ്ക് പ്രിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റിസ്ക് ആറ്റിറ്റ്യൂഡ് എന്താണോ അതിനനുസരിച്ച് വേണം ഇവിടെ ഡിസിഷൻ എടുക്കാനായിട്ട്. വോയിസ് ഓക്കെ ആണോ? നെറ്റ് അഗെയിൻ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഓക്കെ ആണ്, ഓക്കെ ആണ്, യെസ്, ഓക്കെ. അപ്പം ഇതാണ് 3 റിസ്ക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇപ്പം ഒരു സിനാരിയോ തരുന്നു, അതിൽ എന്ത് ഡിസിഷനാണ് നിങ്ങൾ എടുക്കുക എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചിലപ്പോൾ പേ ഓഫ് ടേബിൾ, അത് പ്രോഫിറ്റിന്റെ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷന്റെ പേ ഓഫ് ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എന്താണ് പേ ഓഫ് ടേബിൾ? നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ഔട്ട്കംസും, നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ, എന്തൊക്കെ ഡിസിഷൻ ഓപ്ഷൻസ് ഉണ്ടോ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമ്മറി പോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത്. ഈ പേ ഓഫ് ടേബിളിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് എമൗണ്ട്സോ കോൺട്രിബ്യൂഷൻ എമൗണ്ട്സോ നമ്മൾ എടുക്കുന്നു. ഈ എമൗണ്ട്സ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുക. ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ റിസ്ക് സീക്കർ ആണെങ്കിൽ അവിടെ ഫോളോ ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കാണ് മാക്സ് എന്ന് പറയുന്നത്. അതായത് പല ഡിസിഷനിലും പല പല പ്രോഫിറ്റ്സ് ഉണ്ട്. എല്ലാ ഡിസിഷനിലെയും മാക്സിമം പ്രോഫിറ്റ്സ് നോക്കി അതിൽ ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നതാണ് മാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പിന്നെ റിസ്ക് അവേഴ്സ് ആണെങ്കിൽ അവിടെ മിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഓരോ ഡിസിഷനിലെയും വേഴ്സ്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമം പ്രോഫിറ്റ് നോക്കുക, വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ വരുന്ന പ്രോഫിറ്റ് അതിലെ ഹയസ്റ്റ് എമൗണ്ട് ചൂസ് ചെയ്യുന്നതാണ് മിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പിന്നെ അവിടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മിനി മാക്സ് റിഗ്രറ്റ് എന്നുള്ളത്. ഇത് റോങ് ഡിസിഷൻ ആയി കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള റിഗ്രറ്റ് വെച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ പലപ്പോഴും ഡിസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവാം. ഈ റിഗ്രറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബെസ്റ്റ് ഡിസിഷനും നമ്മളൊരു ഡിസിഷനും തമ്മിലുണ്ടാവുന്ന ഡിഫറൻസ്, കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റിലെ ഡിഫറൻസിനെയാണ് നമ്മൾ റിഗ്രറ്റ് എന്ന് പറയുക. അപ്പം ഈ ഒരു ഡിസിഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റിഗ്രറ്റ് ടേബിൾ നമ്മൾ സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതായത് എല്ലാ ഡിസിഷനിലും എല്ലാ ഔട്ട്കത്തിലും വരാൻ സാധ്യതയുള്ള റിഗ്രറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഡിസിഷനിലെയും മാക്സിമം എത്ര റിഗ്രറ്റ് വരാം എന്നുള്ളത് നോക്കാം. അതിൽ തന്നെ ഏറ്റവും ചെറിയ എമൗണ്ട് ആയിരിക്കും, മിനിമം എമൗണ്ട് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി റിസ്ക് ന്യൂട്രൽ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വെയ്റ്റഡ് ആവറേജ് വാല്യൂ ആണ്. നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള വാല്യൂസ് അതിൻ്റെ പ്രോബബിലിറ്റിക്ക് അനുസരിച്ച് ആവറേജ് എടുക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓർക്കുക, ഈ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് പ്രോഫിറ്റിന് മാത്രം കണ്ടുപിടിക്കുന്ന ഒരു സാധനമൊന്നുമല്ല. എക്സ്പെക്റ്റഡ് വാല്യൂ നിങ്ങൾക്ക് എന്ത് ഔട്ട്കത്തിനും പ്രോബബിലിറ്റി ഉള്ള ഏതൊരു വാല്യൂവിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ ടെക്നിക്സോ അല്ലെങ്കിൽ ഈ റിസ്ക് ആറ്റിറ്റ്യൂഡോ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻസ് സെലക്ട് ചെയ്യേണ്ടി വരിക. ഇതാണ് ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് ഡിസിഷൻ ട്രീ പഠിക്കുന്നുണ്ട്. ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആയിട്ടുള്ള കോംപ്ലക്സ് സിനാരിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഡിസിഷൻസും അല്ലെങ്കിൽ സീരീസ് ഓഫ് ഡിസിഷൻസും സീരീസ് ഓഫ് ഔട്ട്കംസും വരുന്ന സമയത്ത് അതിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അവിടെ ഡിസിഷൻ ട്രീ യൂസ് ചെയ്ത് ഡിസിഷൻ എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റോൾ ബാക്ക് അനാലിസിസ്. അതായത് ഒരു ഡിസിഷൻ ട്രീ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഡിസിഷൻ ട്രീ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരയ്ക്കുന്ന സമയത്ത് അത് ഇവാലുവേറ്റ് ചെയ്യാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആയിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട്കംസ് വരുന്ന സമയത്ത് ഒരു ഔട്ട്കം പോയിന്റ് വന്നാൽ, ഒരു സർക്കിൾ വന്നാൽ അവിടെ ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. റൂളാണ് നോർമലി അതിനകത്ത് നമ്മൾ എടുക്കുന്നത്. ഇനി ഒരു ഡിസിഷൻ പോയിന്റ് ലൈക്ക് ഒരു സ്ക്വയർ വന്നാൽ, ഡിസിഷൻ പോയിന്റ് വന്നാൽ അതിൽ ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും നോർമലി ചൂസ് ചെയ്യുക. അങ്ങനെ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും നമ്മൾ ഈ സജഷൻസ് പറയുക അല്ലെങ്കിൽ റോൾ ബാക്ക് അനാലിസിസ് ചെയ്യുക. അതെവിടെയാണ് യൂസ് ചെയ്യുക? ഡിസിഷൻ ട്രീ യൂസ് ചെയ്യുന്ന ഒരു കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് സീരീസ് ഓഫ് എന്ന് വെച്ചാൽ കുറേ ഡിസിഷൻസും കുറേ ഔട്ട്കംസും വരുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ അവിടെ പഠിക്കുന്ന അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഇൻഫർമേഷൻ ആണ്. വാല്യൂ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ അതുവഴി വിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് നമ്മൾ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: വിത്ത് ഇൻഫർമേഷനും
ഇ വി വിത്തൗട്ട് ഇൻഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നമ്മൾ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാം. ഇനി ഈ ഇൻഫർമേഷൻ തന്നെ പെർഫെക്റ്റ് ഇൻഫർമേഷനും വരാം, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷനും വരാം. പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ 100% കറക്റ്റ്, അതായത് ഫ്യൂച്ചർ പ്രഡിക്ഷൻ 100% കറക്റ്റ് ആയിരിക്കും. ഇത് 100% പറയാൻ പറ്റില്ല, ഒരു 80 അല്ലെങ്കിൽ 70 90, അതായത് മെജോറിറ്റി സിറ്റുവേഷനിലും കറക്റ്റ് ആയിരിക്കും, പക്ഷേ 100% കറക്റ്റ് അല്ല. ഇതാണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. രണ്ടിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും. രണ്ടിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സെയിം ആണ്. ഇ വി വിത്തൗട്ട് ഇൻഫർമേഷൻ എടുക്കുക, വിത്ത് ഇൻഫർമേഷൻ എടുക്കുക, അതിൻ്റെ ഡിഫറൻസ് അതായിരിക്കും നമ്മൾ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് പറയാം. പിന്നെ കമ്പനിക്കകത്ത് അൺസർട്ടിനിറ്റി ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പ്ലാൻ അവിടുത്തെ അസസ്മെന്റ് നടന്ന ഒരു ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു ബഡ്ജറ്റോ ഒരു പ്ലാനോ സെറ്റ് ചെയ്യുമ്പോൾ അതിലെ വേരിയബിൾസിലുണ്ടാവുന്ന ചേഞ്ച് നമ്മുടെ പ്രോആക്റ്റീവ് അനാലിസിസ് എന്നും പറയാറുണ്ട് സെൻസിറ്റിവിറ്റി അനാലിസിസിനെ. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ട് നമ്മൾ സിമുലേഷൻ മോഡൽസും യൂസ് ചെയ്യുന്നുണ്ട്. സിമുലേഷൻ മോഡൽസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് യൂസ് ചെയ്ത് ഒരു പ്ലാനിലെ മൾട്ടിപ്പിൾ വേരിയബിൾസ് ചേഞ്ച് ആയാലും എന്തൊക്കെ എന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഇത്രയാണ്. ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സിലെ ഏതെങ്കിലും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് എന്ന് പിന്നെയും പറയുന്നു. ഓക്കെ, യെസ്, ഇപ്പോൾ ബെറ്റർ ആണോ? ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സിൽ ഉണ്ടായിരുന്നത്. ഇതിലെ ടോപ്പിക്സ് കുറച്ചുകൂടെ സെക്ഷൻ സീക്വൻഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ പെർഫോമൻസ് മെഷർമെന്റ് ആണ് ഏറ്റവും പ്രോബിലിറ്റി കൂടുതലുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ്, അത് കഴിഞ്ഞ് ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോൾ, ഇങ്ങനെയാണ് നോർമലി ഉണ്ടാവുക. ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കിൽ തന്നെ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. CVP പലപ്പോഴും വലിയ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റി വരാം. റെലവൻറ്റ് കോസ്റ്റിംഗ് വളരെ കോമൺ ആയിട്ട് വരാറുണ്ട്. പലപ്പോഴും ആർക്കെങ്കിലൊക്കെ റെലവൻറ്റ് കോസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറയാറുണ്ട്. അപ്പം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെയും എല്ലാ ചാപ്റ്ററിൽ നിന്നും മിനിമം ഒരു ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും നിങ്ങൾ സെക്ഷൻ സി ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിലെ കുറച്ച് സെക്ഷൻ എ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ക്വസ്റ്റ്യനിലേക്ക് വരാം. The new management table below whether the following statements regarding CVP are true or false. ട്രൂ ഓർ ഫോൾസ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇൻക്രീസിംഗ് ഫിക്സഡ് കോസ്റ്റ് by 12% will increase the break-even point by more than 12%. അതായത് ഫിക്സഡ് കോസ്റ്റ് 12% ഇൻക്രീസ് ചെയ്താൽ ബ്രേക്ക് ഈവൺ പോയിന്റ് മോർ ദാൻ 12% ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്. ഒന്നുകിൽ നമുക്ക് ആ ഇക്വേഷൻ വെച്ച് ലോജിക്കലി ഇത് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ഇട്ട് എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. അപ്പം ഞാൻ നമ്പേഴ്സ് ഇട്ട് ചെയ്യാണ്. ഇതിപ്പോൾ അല്ലാതെ ലോജിക്കലി ആ ഇക്വേഷൻ വെച്ചും ചെയ്യാം, പക്ഷെ ഒരു ഉറപ്പിന് നമ്പേഴ്സ് ഇട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്കിപ്പം ചുമ്മാ നമ്പേഴ്സ് എടുക്കാം. ഇപ്പം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരു 10,000 എന്ന് എടുക്കുകയാണ്.
കോൺട്രിബ്യൂഷൻ per unit cost divided by contribution per unit ചെയ്താൽ എത്രയായിരിക്കും ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ്? 1000 യൂണിറ്റ്സ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. അവരെന്താ പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യുന്നു? 12%. ഇത് 12% ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, 12% ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എത്ര എടുക്കാം? 1200 അല്ലേ വരാ? 12% എന്ന് പറയുമ്പോൾ കറക്റ്റ് അല്ലേ? $11,200 ആയിരിക്കും പുതിയ ഫിക്സഡ് കോസ്റ്റ് വരെ 12% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 10 തന്നെ, മാറ്റുന്നില്ല. അപ്പോൾ യൂണിറ്റ്സ് എന്താവും? 12,000 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര യൂണിറ്റ്സ് വരും? 1200 യൂണിറ്റ്സ് വരും. കറക്റ്റ് അല്ലേ? കറന്റ് നമ്മൾ ചുമ്മാ നമ്പേഴ്സ് എടുത്താണ്, അങ്ങനെ ക്വസ്റ്റൻ നമ്പേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ആ ഒരു പോയിന്റ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 10 എന്നുള്ളത് 11,200 ആക്കി നമ്മൾ 12% ഇൻക്രീസ് ചെയ്തു. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് മാറുന്നില്ല, സെയിം തന്നെ. അങ്ങനെയാണ് എത്ര വരും? സോറി, 11,200 ബൈ 10. ഓക്കെ, അപ്പോൾ എത്ര വരും? 1120 അല്ലേ? നമ്പേഴ്സ് എല്ലാം കറക്റ്റ് അല്ലേ? ഞാൻ ചെയ്യുന്ന നമ്പേഴ്സ് ജസ്റ്റ് നിങ്ങളും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. ഓക്കെ, അപ്പം യൂണിറ്റ്സ് എത്ര കൂടി? 120 യൂണിറ്റ്സ് അല്ലേ കൂടിയത്? പെർസെൻറ്റേജ് ആക്കി നോക്കിയേ. അതായത് എക്സ്ട്രാ ഇവിടെ കൂടിയത് 120 യൂണിറ്റ്സ് അല്ലേ? 1000 നിന്ന് 1120 ആയി. 120 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ എത്ര പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്? 12% തന്നെ അല്ലേ? ആണോ? അല്ലേ? കറക്റ്റ് അല്ലേ? കോസ്റ്റ് 12% കൂടിയാൽ ബ്രേക്കും കറക്റ്റ് എത്ര തന്നെ കൂടും? 12% തന്നെ കൂടും. അവർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ ഫിക്സഡ് കോസ്റ്റ് 12% കൂട്ടിയാൽ ബ്രേക്ക് മോർ കൂടും. അതിന്റെ ട്രൂ ആണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ്. ക്ലിയർ അല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ദി മാർജിൻ ഓഫ് സേഫ്റ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ സെയിൽസ് ബഡ്ജറ്റ് ആൻഡ് ദ ബ്രേക്ക് ഈവൻ സെയിൽസ്. മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ എങ്ങനെ മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുക? ബഡ്ജറ്റഡ് സെയിലും ബ്രേക്ക് ഈവൻ സെയിലും നമ്മൾ ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് അതല്ലേ, നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് അതല്ലേ ബഡ്ജറ്റഡ് സെയിൽസ് ബഡ്ജറ്റ് നല്ല ബഡ്ജറ്റഡ് സെയിൽസ് എടുക്കുക. അപ്പോൾ ബഡ്ജറ്റഡ് സെയിൽസും അല്ലെങ്കിൽ സെയിൽസ് ബഡ്ജറ്റും ബ്രേക്ക് ഈവൻ സെയിൽസും ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ലേ? ക്ലിയർ ആണല്ലോ? തേർഡ് സ്റ്റേറ്റ്മെന്റ്, ചേഞ്ചസ് ഇൻ ദ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ വിൽ ബി പ്രപ്പോർഷണൽ ടു ചേഞ്ചസ് ഇൻ ദി സെല്ലിംഗ് പ്രൈസ്. CS റേഷ്യോയിൽ വരുന്ന ചേഞ്ചസ് എന്തിന് പ്രപ്പോർഷണൽ ആണ്? സെല്ലിംഗ് പ്രൈസിൽ വരുന്ന ചേഞ്ചസിനോട് പ്രപ്പോർഷണൽ ആണ്. പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞ മീനിങ് അതായത് സെല്ലിംഗ് പ്രൈസ് 10% കുറഞ്ഞാൽ CS റേഷ്യോയും 10% കുറയും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതും ലോജിക്കലി ആൻസർ ചെയ്യുന്നതിന് പകരം നമുക്ക് നമ്പേഴ്സ് ഇട്ട് നോക്കാം. അപ്പം ഇങ്ങനെ ചെയ്യാം. അപ്പം സെല്ലിംഗ് പ്രൈസ് ഇപ്പോൾ 10 കൊടുക്കാം. വേരിയബിൾ കോസ്റ്റ് 6 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ 4. CS റേഷ്യോ എത്ര വരും? 4 ബൈ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻ 100. അപ്പം 4/10 40% അല്ലേ വരിക CS റേഷ്യോ ഇനീഷ്യലി. പിന്നെ അവർ പറയുന്നു സെല്ലിംഗ് പ്രൈസ് എങ്ങനെ മാറുന്നു അതേ രീതി തന്നെ CS റേഷ്യോ മാറുന്നതാണ് പറയുന്നത്. അതേ പെർസെൻറ്റേജ് പ്രപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളൊരു ചേഞ്ച് അവിടെ കൊണ്ടുവരാം. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ 10% ചേഞ്ച് ചെയ്യാണ്.
അപ്പൊ 10ന്റെ കാര്യം ചെയ്യാം, നമ്പേഴ്സ് എല്ലാം ഇങ്ങനെ ആക്കാം. ഓക്കെ, പ്രശ്നമില്ല. സെല്ലിംഗ് പ്രൈസ് 100, വേരിയബിൾ കോസ്റ്റ് 60, കോൺട്രിബ്യൂഷൻ 40. ഇനി സെല്ലിംഗ് പ്രൈസ് ഞാൻ എന്ത് ചെയ്യുന്നു? സെല്ലിംഗ് പ്രൈസ് 10% കുറയ്ക്കുന്നു എന്ന് വിചാരിക്കാം. സെല്ലിംഗ് പ്രൈസ് ഞാൻ 10% കുറയ്ക്കുന്നു. അപ്പം 100ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ 90 ആയിരിക്കും പുതിയ സെല്ലിംഗ് പ്രൈസ്. വേരിയബിൾ കോസ്റ്റ് 60 തന്നെ. കോൺട്രിബ്യൂഷൻ അപ്പോൾ എത്രയാവും? 30 ആയിട്ട് മാറും. ഇപ്പോൾ CS റേഷ്യോന്റെ പെർസെൻറ്റേജ് എത്രയാവും? 30/90 × 100, 33.33 എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ സെല്ലിങ്സ് 10% റേഷ്യോ കുറഞ്ഞു, പക്ഷെ കറക്റ്റ് 10%-നാണ് കുറഞ്ഞേക്കുന്നത്. എത്ര പെർസെൻറ്റേജ് കുറഞ്ഞേക്കുന്നത്? കുറഞ്ഞത് എത്രയാ ശരിക്കും? ശരിക്കും കുറഞ്ഞെന്ന് പറയുന്നത് ഏകദേശം ഒരു പെർസെൻറ്റേജിൽ ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 6% അല്ലേ കുറഞ്ഞേക്കുന്നത്? 6 പോയിന്റ് വാല്യൂ അല്ലേ കുറഞ്ഞേക്കുന്നത്? അതിനെ ഡിവൈഡ് ബൈ 60 ആയിട്ട് ചെയ്യുമ്പോൾ ആൻസർ വരിക അറൗണ്ട് ഒരു 16% അല്ലേ വരിക? അറൗണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സെല്ലിംഗ് പ്രൈസ് 10% കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് CS റേഷ്യോയും എക്സാക്ട് അതേ പെർസെൻറ്റേജ് കുറയണോ? ഇല്ല, CS റേഷ്യോ കുറയുന്നുണ്ട്, പക്ഷെ എക്സാക്ട്ലി അതേ പെർസെൻറ്റേജ് അതേ പ്രപ്പോർഷനിൽ അല്ല കുറയുന്നത്. സെല്ലിംഗ് പ്രൈസ് കുറയുമ്പോൾ CS റേഷ്യോ കുറയുന്നുണ്ട്, പക്ഷെ പ്രപ്പോർഷണലി അല്ല. അവിടെ കുറഞ്ഞ അത്രയും ഇപ്പുറത്ത് കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ചെക്ക് ചെയ്തു. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. കറക്റ്റ് അല്ലേ? ഓക്കെ ആണോ മക്കളെ? ബോയ്സ് ഇപ്പോൾ ഓക്കെ ആണോ? എനിക്ക് ഭയങ്കര ലാഗ് ഉണ്ട്. ഞാൻ സ്ക്രീനിൽ എഴുതി കുറേ കഴിഞ്ഞിട്ടാണ്, ഐപാഡിൽ എഴുതി കുറേ കഴിഞ്ഞിട്ടാണ് സ്ക്രീനിൽ വരുന്നത്. ലാഗില്ല, ഓക്കെ ആണ്. ഓക്കെ, യെസ്, ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും ഇതിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, റെലവൻറ്റ് കോസ്റ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ക്വസ്റ്റ്യനിലേക്ക് വരാം. Indicate by clicking on the relevant boxes in the table below whether each of the statements made about short-term decisions are true or false. True or false ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. Joint costs are relevant in decisions about whether to sell a joint product at the split off, separation point or after further processing. അതായത് ജോയിന്റ് പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ സെയിൽ ചെയ്യണോ ഫർദർ പ്രോസസ് ചെയ്തിട്ട് സെയിൽ ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ജോയിന്റ് കോസ്റ്റുകൾ റെലവൻ്റ് ആണ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ജോയിന്റ് കോസ്റ്റുകൾ ഇറലവൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ ജോയിന്റ് പ്രൊഡക്ട്സ് കിട്ടി, അത് മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ഇൻകർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സൺ കോസ്റ്റ് പോലെ വരുന്ന ഒരു കോസ്റ്റാണ് ഈ ജോയിന്റ് കോസ്റ്റ്. അപ്പം നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും ജോയിന്റ് കോസ്റ്റ് അതിൽ കോമൺ ആണ്. അപ്പം ആ ഡിസിഷനിൽ ജോയിന്റ് കോസ്റ്റ് ഇറലവൻ്റ് ആണ്. ഫർദർ പ്രോസസ്സിംഗ് ഡിസിഷനിൽ ജോയിന്റ് കോസ്റ്റുകൾ ഇറലവൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ്. Second one, the relevant cost and revenues in decisions relating to the operating of internal service departments or the use of external service are the differential cost between two options. അതായത് നമ്മളൊരു സർവീസ് ഇന്റേണലി ചെയ്യണോ എക്സ്റ്റേണലി ചെയ്യണോ എന്ന ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവിടുത്തെ ഡിഫറൻഷ്യൽ ആയിട്ട് വരുന്ന കോസ്റ്റുകളായിരിക്കും അവിടുത്തെ റെലവൻ്റ് എമൗണ്ട്സ് എന്ന് പറയുന്നത്.
അതായത് ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഇൻ ഹൗസും ഔട്ട് സോഴ്സും, ഇതിൽ ഡിഫറൻസ് വരുന്ന കോസ്റ്റുകൾ അത് തന്നെയല്ലേ നമ്മൾ നോർമലി റിലവൻ്റ് ആയിട്ട് എടുക്കുക. അതായത് ഇൻ ഹൗസ് ചെയ്താൽ ഒരു കോസ്റ്റ് വരും, ഔട്ട് സോഴ്സ് ചെയ്താൽ അത് ഉണ്ടാവില്ല. ഔട്ട് സോഴ്സ് ചെയ്താൽ പുറത്തുനിന്ന് വാങ്ങാനുള്ള കോസ്റ്റ് വരും, ഇൻ ഹൗസ് ചെയ്യുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റ്, അതായത് രണ്ട് ഓൾട്ടർനേറ്റീവ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇല്ല അപ്പുറത്തുണ്ട്, അപ്പുറത്തില്ല ഇവിടെയുണ്ട്, അങ്ങനത്തെ കോസ്റ്റുകളല്ലേ മെയിൻലി നമ്മൾ റിലവൻ്റ് ആയിട്ട് എടുക്കുന്നുള്ളൂ. അങ്ങനത്തെ കോസ്റ്റുകളല്ലേ റിലവൻ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ, ട്രൂ ആണ്. രണ്ട് ഓൾട്ടർനേറ്റീവ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡിഫറൻഷ്യൽ കോസ്റ്റുകളായിരിക്കും നമ്മൾ എടുക്കുക. മേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കോസ്റ്റ് ഉണ്ട്, ബൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കോസ്റ്റ് ഉണ്ട്, അതിന്റെ ടോട്ടൽ ഡിഫറൻസ്, അതല്ലേ അവിടുത്തെ റെലവെന്റ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡ് പോയിന്റ് എന്താണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ട്രൈ നോക്കാമോ? Question: which two of the following statements about concerning the assumptions of CVP are true? സി വി പിയുടെ അസംഷൻസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നതിൽ ട്രൂ ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇസ് കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു വോള്യൂം. നോർമലി നമ്മൾ അസ്യൂം ചെയ്യുന്ന യൂണിറ്റ്സ് കൂടിയാലും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നോർമൽ സി വി പിയുടെ അസംഷൻ ആണത്. സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും കോൺസ്റ്റന്റ് ആണ്. സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റും കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്ന നോർമൽ അസംഷൻ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വിൽ റെഡ്യൂസ് ആസ് വോളിയം ഇൻക്രീസസ് ഉണ്ടോ? ഇല്ല. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് നോർമലി നമ്മൾ എടുക്കുന്ന ഒരു അസംഷൻ. ടു ഇൻക്രീസ് ഡിമാൻഡ് ദ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മസ്റ്റ് ബി റെഡ്യൂസ്ഡ്. പ്രൈസിംഗ് ഡിസിഷൻ ചാപ്റ്ററിൽ ഡിമാൻഡ് ബേസ്ഡ് ആയിട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ സി വി പി ചെയ്യുമ്പോൾ നമ്മുടെ അസംഷൻ എന്താ, യൂണിറ്റ്സ് എത്ര വിറ്റാലും സെല്ലിംഗ് പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റും കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ്. അവിടെ സെല്ലിംഗ് പ്രൈസ് മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. ഐ മീൻ അസംഷനിൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. ഓൾ കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എയ്തർ ഫിക്സഡ് ഓർ വേരിയബിൾ. നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ ഒരു സെമി വേരിയബിൾ കോസ്റ്റ് ആയിട്ടാണ്, ഒരു മിക്സഡ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം കുറേ കോസ്റ്റുകൾ വേരിയബിളും കുറേ കോസ്റ്റുകൾ ഫിക്സഡും, ഇങ്ങനെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മുടെ അസംഷൻ അതാണ്. സി വി പി ചെയ്യുമ്പോൾ നമ്മുടെ അസംഷൻ ഒന്നുകിൽ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും അല്ലെങ്കിൽ വേരിയബിൾ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ അസംഷൻ എടുക്കുന്നത്. അപ്പം അതും ട്രൂ ആണ്. ലാസ്റ്റ് വൺ, ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ആസ് എ ലോങ് ടേം പ്ലാനിങ് ടൂൾ. ഒരു ലോങ് ടേം പ്ലാനിങ് ടൂൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഷോർട്ട് ടേം ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കാണ്. കാരണം ലോങ് ടേമിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം, ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആയിക്കോട്ടെ, ഇപ്പോൾ 2025 സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും 28, 30, 35 മാറൂലേ. അപ്പോൾ ഇതൊരു ലോങ് ടേം പ്ലാനിങ് ടൂൾ ആയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, സി വി പി പറയാൻ പറ്റില്ല. ഒരു ഷോർട്ട് ടേം, അതായത് അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. ബിക്കോസ് ആ ഒരു ഇയറിൽ കോസ്റ്റുകൾ പലതും ഫിക്സ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു അസംഷൻ എടുക്കാം. ലോങ് റണ്ണിലേക്ക് പോകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ലോങ് ടേം ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക് അല്ല, ഒരു ഷോർട്ട് ടേം ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കാണ്. അപ്പോൾ ഇതും കറക്റ്റ് അല്ല. അപ്പോൾ എയും ഡിയും ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. യെസ്. അപ്പോൾ നോക്കുക, നമ്മൾ തൽക്കാലം ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി പെൻഡിങ് ഉള്ളത് ബാക്കിയുള്ള ടോപ്പിക്സിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നടത്താനുണ്ട്. പിന്നെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്സും അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസും സെക്ഷൻ സി അടക്കം നമുക്ക് നാളെ ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ നാളത്തേക്ക് ആയിരിക്കും
ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു സെറ്റിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ടൈം ഉള്ളതിനനുസരിച്ച് ബാക്കി ക്വസ്റ്റ്യൻസ് നാളെ എന്ത് ചെയ്യാം. പിന്നെ നാളെ ഒരു സെക്ഷൻ സീം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി എന്ത് ചെയ്യാം, കാര്യങ്ങൾ നമുക്ക് ബാക്കി ഡിസ്കഷൻസ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നാളത്തേക്ക് ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കിട്ടുന്ന ടൈം എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കാനായിട്ട് എടുക്കുക. പിന്നെ ടൈമുള്ളവർ ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സെക്ഷൻ സി ക്വസ്റ്റ്യൻ നാളെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത് ഏതാണെന്നുള്ളത് ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നാളെ ഇതേ ടൈം തന്നെ ആയിരിക്കും. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.